യേശുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ചർച്ച സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഉടനെ ആ വിഷയം മാറ്റിയെടുത്ത് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി നാസ്തികർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലർ മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിക്കെതിരെ പോസ്റ്റുകൾ ഇടുന്നതിനെ കുറിച്ചായിരുന്നു അത്. ഈ കൂട്ടര് ജിഹാദികളുടെ ഫണ്ട് പറ്റുന്നവരാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരിൽ ചിലർക്കൊരു സംശയം ഉണ്ടായി, അത് സത്യം തന്നെയാണോ എന്ന്. ഏതായാലും അവരുടെ സംശയം അധികം നീണ്ടു നിന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അതിന് ഉത്തരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൽ ബ്രദറെ പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ സംശയമില്ല എന്ന്. ഇത് ഒന്ന് രണ്ട് പേരങ്ങനെ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവർക്ക് ആ സംശയം മാറിയത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഈ വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ ഒരു വീഡിയോ പരമ്പരയാണ്, ഇതിൻ്റെ പുറകെ ഇനി ബാക്കി വരുന്നുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ നിന്ന് കൗതുകകരമായ ഒരു വാർത്ത വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു മുസ്ലിം യുവതി താൻ കുനിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചെന്നും ആ കാറ്റടിച്ചതിലൂടെ താൻ ഗർഭിണിയായെന്നും അവകാശവാദം ഉന്നയിച്ചതാണ് സംഭവം. അപ്പൊ ഈ കാര്യം കേട്ടപ്പോൾ പലരും ഖുർആനിലെ മറിയം ബീവി, അത് ബൈബിളിലുള്ള മറിയം അല്ല കേട്ടോ, ഖുർആനിലെ മറിയം ബീവി അള്ളാഹുവിന്റെ റൂഹിനാൽ ഗർഭിണിയായ കാര്യമൊക്കെ പറഞ്ഞ് ട്രോൾ ഇറക്കുകയുണ്ടായി. അത് സ്വാഭാവികമായൊരു കാര്യമാണ്, ട്രോൾ വരും. കാരണം ഖുർആനിൽ ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഈ വിധത്തിലാണ്. നമുക്ക് ചില ഖുർആനിലെ വാക്യങ്ങൾ നോക്കാം. സൂറ 19:17. എന്നിട്ട് അവർ കാണാതിരിക്കുവാൻ അവൾ, അതായത് മറിയം, ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. ഈ ആത്മാവ് ജിബ്രീലാണെന്ന് പരിഭാഷകർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒറിജിനലില്ല, ഒറിജിനൽ അള്ളാഹുവിന്റെ റൂഹ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാണ് അതിനെ ജിബ്രീലിനാക്കിയിരിക്കുന്നത്. അത് അതിൻ്റെ നമുക്ക് പിന്നെ എപ്പോഴും പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുൻപിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സൂറ 19:17. ശ്രദ്ധിക്കണേ, തികഞ്ഞ മനുഷ്യരൂപത്തിലാണ് അള്ളാന്റെ റൂഹ് ഈ പറഞ്ഞ മറിയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്ന് വെച്ചാൽ ഒത്ത ഒരു പുരുഷനായിട്ടാണ് ഈ പുള്ളി മറിയയുടെ അടുത്ത് ചെന്നിരിക്കുന്നത്, ഖുർആനിലെ മറിയത്തിന്റെ അടുത്ത് ചെന്നിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? സൂറ 66:12 നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാകുകയും ചെയ്തു. സൂറ 66:12. ഇവിടെ പതിവ് പോലെ ഈ പരിഭാഷകർ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഏതിലാണ് ഊതിയത്? അത് മലയാള പരിഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാകില്ല. മലയാള പരിഭാഷക്കാരത് കൊടുത്തിട്ടില്ല ഏതിലാ ഊതിയതെന്നുള്ളത്. അറബിയിലുള്ളത് മറിയത്തിന്റെ ഫർജയിൽ ഊതി എന്നാണ്, അവളുടെ ഫർജയിൽ ഊതി എന്നാണ്. ആ ഫർജ എന്ന വാക്ക് അത് ഒരു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. തികഞ്ഞ മനുഷ്യരൂപത്തിൽ വന്ന അള്ളാന്റെ റൂഹ് മറിയയുടെ ഫർജയിൽ ഊതി എന്നാണ് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ മലക്ക് പറയുന്നത്, ഖുർആന്റെ അകത്ത് പറയുന്നത്. ഫർജ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാനൊരു അറബി പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അറബി മലയാളം ഡിക്ഷണറി പരിശോധിച്ചിട്ട് എൻ്റെ മുമ്പാകെ വെച്ച് തന്നെയാണ് പരിശോധിച്ചത്. എന്നിട്ട് എനിക്കത് കാണിച്ചു തരികയും ചെയ്തത്. ഇതാണ് ഫർജ എന്നുള്ള വാക്ക്, അതിന്റെ മലയാളം പറഞ്ഞ അർത്ഥം വായിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വിടവ്, പിളർത്തുക, കാലുകൾ അകത്തുക, യോനി, ദ്വാരം, ഗുദം എന്നൊക്കെയാണ് ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഫർജ എന്ന വാക്കിന് ഇത്തരം അർത്ഥങ്ങളാണ് ആ ഡിക്ഷണറിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അള്ളാന്റെ റൂഹ് എവിടെയാണ് ഊതിയതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തികഞ്ഞ മനുഷ്യരൂപത്തിൽ വന്ന് അള്ളാന്റെ റൂഹ് മറിയത്തിന്റെ ഫർജയിൽ ഊതി. അങ്ങനെ ആ കാറ്റിൽ നിന്നും അള്ളാന്റെ റൂഹ് വന്ന് ആ ഫർജയിൽ ഊതിയപ്പോൾ ആ ഊതിയ കാറ്റിൽ നിന്നും ഉണ്ടായവനാണ് ഖുർആനിലെ ഈസാ നബി എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങനെ ഉണ്ടായ ആളാണ്. അത് ബൈബിളിലെ യേശു ഒന്നുമല്ല, യേശുവായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഖുർആനിലെ ഈ കാര്യം അറിയാവുന്ന ആൾക്കാരാണ് കാറ്റടിച്ചപ്പോൾ ഞാൻ ഗർഭിണിയായി എന്ന ഇന്തോനേഷ്യ യുവതിയുടെ വാർത്ത കേട്ടപ്പോൾ ട്രോൾ ഇറക്കിയത്. അള്ളാന്റെ റൂഹിന്റെ കാറ്റ് മറിയം ബീവിയുടെ ഫർജിക്കുള്ളിലേക്ക് കയറിയപ്പോൾ ഈസാ നബി എന്ന ഖുർആനിലെ ഏറ്റവും വലിയ പ്രവാചകൻ ഉണ്ടായെങ്കിൽ
സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ഫർജയ്ക്കുള്ളിൽ കയറിയാൽ സാധാരണ മനുഷ്യ കുഞ്ഞുണ്ടാകുമല്ലോ, അതിനെന്താണ് കുഴപ്പം എന്നുള്ള ആശയമാണ് പല ട്രോളുകൾക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല ട്രോൾ പോസ്റ്റുകൾക്ക് കീഴിലും ചെന്ന് ദാവാക്കാർ ന്യായീകരിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വാസ്തവത്തില് അവർക്കത് ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണിന് പ്രാന്താണെന്നും പറഞ്ഞ് അവഗണിച്ചു വിടേണ്ട കേസാണത്, അത്രയേ ഉള്ളൂ അത്. പക്ഷെ അവരത് അവഗണിച്ചു വിട്ടില്ല, ന്യായീകരിക്കാൻ തുടങ്ങി. ഭയങ്കരമായ ന്യായീകരണം. ചിലരുടെയൊക്കെ ന്യായീകരണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനൊക്കെ ഉത്തമ ന്യായീകരണത്തിലൊക്കെ അവാർഡ് കൊടുത്താലോ എന്ന് തോന്നി. അമ്മാതിരിയുള്ള ന്യായീകരണങ്ങളാണ്. ഇനി ന്യായീകരിക്കാൻ നടന്നത് സാധാ മദ്രസ പൊട്ടന്മാർ മാത്രമായിരുന്നില്ല കേട്ടോ. കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് റഫീഖ് സഖാഫി. ഈ റഫീഖ് സഖാഫി പോലും ന്യായീകരണമായി വന്നിരുന്നു. മുസ്ലിങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ റഫീഖ് സഖാഫി നടത്തിയ ന്യായീകരണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കൈവശം കിട്ടിയിരുന്നു. ഞാനത് നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ചു തരാം. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ റഫീഖ് സഖാഫിയാണ്. ഞാൻ പൊതുവെ ഗ്രൂപ്പിൽ വരാറില്ല. എങ്കിലും ഞാനിപ്പോൾ വന്നത് ഈ മുകളിലൊരു ന്യൂസ് കണ്ടു. ആ മുകളിലിട്ടിരിക്കുന്ന ആ ഫോട്ടോ, അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇത് ഈയിടെയായിട്ട് വ്യാപകമായിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അതിനെ കുറ്റപ്പെടുത്തുകയും അപഹസിക്കുകയും ഇങ്ങനെ ട്രോളുകയൊക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെമ്പാടും. അപ്പൊ ഇതിന്റെ വാസ്തവം ആരെങ്കിലും അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നുള്ളത്? ഈ സ്ത്രീ പറയുന്നത് പിന്നെ സത്യസന്ധമായ കാര്യമാണെങ്കിലോ ശരിയായ കാര്യമാണെങ്കിലോ, ഇദ്ദേഹം പറയുന്നത് ശരിയായ കാര്യമാണെങ്കിലോ, ഇതാണ് ഈ പുതു തലമുറയുടെ അഥവാ ഇങ്ങനെ ട്രോളുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു നിരീശ്വരവാദികളുടെ ഒരു നിലപാട് പോലെയാണ് ഇതിനൊക്കെ കാണുന്നത്. വിശ്വാസപരമായ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളിൽ നിന്ന്. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിലോ, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ലേ? ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കറാമത്താണെങ്കിൽ അത് ഈ പറയുന്ന അപഹസിക്കുന്ന ആളുകൾക്ക് തന്നെയല്ലേ പ്രശ്നം വരിക? ഇവിടെ ഈ സ്ത്രീ പറഞ്ഞത് അഥവാ കാറ്റടിച്ചു എന്തൊക്കെയോ ആ സ്ത്രീ ആ രീതിയിൽ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വാസ്തവം ഇങ്ങനെയായിരിക്കാം. ഇവിടെ മനുഷ്യവർഗം മാത്രമല്ല ഉള്ളത്, അഥവാ മലക്ക്, ജിന്ന്, ഇൻസ്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, ഷൈത്താൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതിൽ ജിന്ന് വർഗത്തിന് ഗർഭം ധരിപ്പിക്കാം, ജിന്ന് വർഗത്തിന്റെ ഇടപെടൽ മൂലം ഇങ്ങനെ സംഭവിക്കാം, ഇൻസ് വർഗത്തിന്റെ ഇടപെടൽ മൂലം ഇങ്ങനെ സംഭവിക്കാം, ഒക്കെ സംഭവിക്കാം. ഇവിടെ മനുഷ്യർ മാത്രമല്ല, ജിന്ന്, ഇൻസ്, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതുമൂലം ആ സ്ത്രീ ഗർഭം ധരിച്ചതാണെങ്കിലോ, അല്ലെങ്കിൽ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നേരിട്ടുള്ള കറാമത്താണെങ്കിലോ, ആ സ്ത്രീയിലുണ്ടായ കുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ അതിന് ദർജ കെട്ടേണ്ടതല്ലേ? ഇപ്പൊ ആ സ്ത്രീയെ ആ കുട്ടിയെയും നേരിട്ട് കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ദർജ കിട്ടി, നമ്മള് അവരെ പരിപാലിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെയാണെങ്കിലോ നിങ്ങൾക്ക് എങ്ങനെ ഇത് തള്ളിക്കളയാൻ പറ്റും? പിന്നെന്തിനാണ് ഇങ്ങനെ ട്രോളുന്നതും കാര്യങ്ങളും? ഇങ്ങനെ ആയിക്കൂടെ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗത്തിൽപ്പെട്ട രീതിയിൽ അങ്ങനെ ഉണ്ടായതായിക്കൂടെ? എന്തായാലും ഇത് ഒരു അത്ഭുത കാര്യമായിട്ട്, അഥവാ പിന്നെ വിശ്വാസികൾ ഇത് കാര്യഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇതിനെ തമാശാക്കലോ ഇതിനെ ട്രോളലോ അല്ല ഇവിടെ വേണ്ടത്. ഒരു വിശ്വാസപരമായ കാര്യം വരുമ്പോ ഈ സ്ത്രീ പറഞ്ഞത്, ഈ സ്ത്രീ മുഖമക്കനെയും അഥവാ കൃത്യമായിട്ടുള്ള ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ കള്ളം പറയുന്ന എന്താണ് ഉറപ്പ്? ഇവിടെ ഈ സ്ത്രീ കള്ളം പറഞ്ഞതാണെന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയാ? ഇത് സത്യസന്ധമായ വാസ്തവമായ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് വിശ്വാസം വരുന്നില്ല? ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ ബാക്കി പിന്നെ അഥവാ അപഹാസ്യവും കളിയാക്കലൊക്കെ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്തുണ്ട്, നമ്മുടെ ഉമ്മത്ത് വളരെ വളരെ അധികം ദുർബലപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടാൽ അതിനടുത്ത് ഇങ്ങനെ ട്രോള. അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. കേട്ടല്ലോ, ആ പെണ്ണ് പറഞ്ഞത് സത്യമാണെങ്കിലോ
ചിലപ്പോൾ ജിന്നുകൾ വന്ന് ഗർഭിണിയാക്കിയതാണെങ്കിലോ എന്നൊക്കെയാണ് റഫീഖ് സഖാഫി ചോദിക്കുന്നത്. മുസ്ലിങ്ങളിൽ ഇത്തിരിയെങ്കിലും ചിന്താശേഷിയുള്ള ആളുകളാണ് ഈ ഇന്തോനേഷ്യക്കാരുടെ മണ്ടത്തരം കേട്ടപ്പോൾ അതിന് ട്രോളാൻ വന്നത്. അവരുടെ ആ ട്രോള് കണ്ടു കഴിഞ്ഞ പുസ്തകം വന്നിട്ട് പറയാണ്, ട്രോളിയവരെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയാണ്, ഈമാനൊക്കെ നശിച്ചു, യുവതലമുറയുടെ ഈമാനൊക്കെ നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ഏതായാലും റഫീഖ് സഖാഫിയുടെ അറിവിലേക്കായിട്ട് പറയാം, ജിന്നൊന്നല്ല കാറ്റടിച്ചത് മനുഷ്യൻ തന്നെയാണ്. ഇന്തോനേഷ്യക്കാരി യുവതിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ജിന്നൊന്നല്ല, മനുഷ്യനാണ് കാറ്റടിച്ചതെന്ന് കണ്ടുപിടിക്കപ്പെട്ടാണ്. അതുകൊണ്ട് അത് വിട്. ഏതായാലും ഇങ്ങനെ ഒരു ആവശ്യവുമില്ലാതെ ഇത് ഏറ്റുപിടിക്കാൻ പോയി സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളാകെ പരിഹാസ കഥാപാത്രങ്ങളായി മാറിയപ്പോ പെട്ടെന്നുണ്ടാ ചില നിരീശ്വര മതക്കാര് പുതിയ പോസ്റ്റുകളുമായിട്ട് വരികയാണ്. എന്താണ് പുതിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതെന്നറിയോ? ക്രിസ്ത്യാനികൾ ഇതും പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കാൻ നിൽക്കണ്ട, ബൈബിളിലെ മറിയയും ഇങ്ങനെ തന്നെയല്ലേ ഗർഭിണിയായത്, കാറ്റടിച്ച് ഞാൻ ഗർഭിണിയായി എന്ന് ഇന്തോനേഷ്യക്കാരി പറഞ്ഞാൽ അതിനെ കളിയാക്കുകയും പരിശുദ്ധാത്മാവ് ഊതിയിട്ട് ഞാൻ ഗർഭിണിയായി എന്ന് ബൈബിളിലെ മറിയ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞ് മറിയയെ വിശുദ്ധയാക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനികളുടെ ഇരട്ടത്താപ്പല്ലേ എന്നാണ് ചോദ്യം. ഇത് പോസ്റ്റായിട്ട് മാത്രമല്ല, പലരും കമന്റിലൂടെയും ഇക്കാര്യം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പോസ്റ്റുകളും കമന്റുകളും വന്നതോടെ സീൻ പെട്ടെന്ന് മാറി. സോഷ്യൽ മീഡിയയിൽ അതുവരെ പ്രതിരോധത്തിലായിരുന്ന മുസ്ലിങ്ങൾ പിന്നെ ചിത്രത്തിലേ ഇല്ല. ഇന്തോനേഷ്യക്കാരി പറഞ്ഞ വിവരക്കേടിന് ക്രിസ്ത്യാനികൾ മറുപടി പറയണം എന്ന രീതിയിലായി പിന്നത്തെ ചർച്ചകളെല്ലാം. ഇത് കണ്ടപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് സംശയിച്ചിരുന്ന ആളുകളുടെ സംശയങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടിയത്. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം ആകെ പ്രതിരോധത്തിലാകുന്ന സമയത്ത് നിരീശ്വരവാദികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില പോസ്റ്റുകൾ ഇടും. അതോടെ ചർച്ച ഇസ്ലാമിൽ നിന്ന് മാറും. ഇസ്ലാം സുരക്ഷിതമായ സ്ഥാനത്ത് നിൽക്കും. പിന്നെ ചർച്ച ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ മറുപടി പറയേണ്ടുന്ന വിധത്തിലേക്ക് മാറും. ഇതൊക്കെ ജിഹാദികളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ചില നിരീശ്വരവാദികളുടെ പരിപാടിയാണ്. ജിഹാദി ഫണ്ടിങ് ഉണ്ടല്ലോ, ജിഹാദി ഫണ്ടിങ്ങിന് വേണ്ടി തന്നെ നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് നിരീശ്വരവാദികളാണെന്നും പറഞ്ഞുകൊണ്ട്. നിരീശ്വരവാദികളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെയാണ് ജിഹാദികൾ ഇങ്ങനെയൊക്കെ വിലക്കെടുക്കുന്നത്. അവരിടുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും ഒക്കെ വിതരണം ചെയ്യാനും ചിന്താശേഷിയില്ലാത്ത നാസ്തിക കുഞ്ഞുങ്ങൾ അണികളായിട്ട് ഇവർക്കുണ്ട്. ഈ നാസ്തിക കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഈ നാസ്തിക കുഞ്ഞുങ്ങൾക്കൊന്നും 5 പൈസ ജിഹാദികളിൽ നിന്ന് കിട്ടുകയില്ല. അവർക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുത്തരും തിരിഞ്ഞു നോക്കുകയല്ല. അതുകൊണ്ട് നേതൃസ്ഥാനത്തിരിക്കുന്നവരെ ഇത്തിരി 10 സ്റ്റേജുകളിൽ നിരീശ്വരവാദികളുടെ സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ടീമുകളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവർ വിലക്കെടുക്കുന്നത്. അപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസ്തിക കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് എതിർക്കും. കാരണം അവർക്ക് കാശ് കിട്ടുന്നില്ല. കാശൊന്നും കിട്ടാതെ നിരീശ്വര മതക്കാരായി ഇരുന്നു കൊണ്ട് മറ്റു മതക്കാരെ കളിയാക്കുന്നതിൽ കിട്ടുന്ന, പരിഹസിക്കുന്നതിൽ കിട്ടുന്ന ഒരു ആനന്ദം മാത്രമേ അവർക്ക് ലാഭമായിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ അവരെതിർക്കും. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ നുണ പറയാണെന്ന് പറയും. കാരണം ഇവന്മാർ പൊട്ടന്മാരാണ്. ഇവന്മാർ പൊട്ടന്മാരായതുകൊണ്ട് ഇവരെ വെച്ച് നേതാക്കന്മാർ പണം ഉണ്ടാക്കുന്ന കാര്യം ഇവന്മാരൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ ഈ വീഡിയോ പരമ്പര ചെയ്യുന്നത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ വിശുദ്ധ മറിയയ്ക്കെതിരെ നാസ്തികർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. റഫീഖ് സഖാഫിയുടെ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആ കാര്യം സത്യമാണോ അല്ലയോ എന്ന് പരിശോധന നടത്തിയിട്ടല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടേ അല്ല അവരതൊക്കെ വിശ്വസിക്കുന്നത്. മറിച്ച് അയാൾ പറഞ്ഞ കാര്യം ചിലപ്പോൾ സത്യമായാലോ എന്ന വിചാരത്തിന്റെ പുറത്താണ്. എന്നുവെച്ചാൽ ചിലപ്പോൾ ബിരിയാണി കിട്ടിയെങ്കിലോ എന്ന് പറയാറില്ലേ, അത് തന്നെ കാര്യം. അത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. ക്രിസ്ത്യാനികളെ കുറിച്ച് നാസ്തികർ പറഞ്ഞു വരുത്തുന്നത് ഇതേ മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ എന്ന. അത് അവന്മാരുടെ വിവരക്കേടാണ്, നാസ്തികരുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ്. ക്രൈസ്തവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കൂട്ടരല്ല. ക്രൈസ്തവ വിശ്വാസം അന്ധമായതല്ല, അത് വസ്തുതകളെ ആധാരമാക്കിയുള്ളതാണ്. വസ്തുതകളെ, ചരിത്ര വസ്തുതകളുണ്ട്, അതല്ലാത്ത പല വിധത്തിലുള്ള വസ്തുതകളുമുണ്ട്. ഈ വസ്തുതകളെ ആധാരമാക്കിയാണ് ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്നത്. ഈ വസ്തുക്കളൊക്കെ ഏതൊരാൾക്കും പരിശോധനാ വിധേയമാക്കാവുന്നതാണ്. ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പരിശോധനാ വിധേയമാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നല്ല ഒരാളുടെയും, ലോകത്ത് ഒരാളുടെയും വിശ്വാസം ഒരാൾക്കും പരിശോധനാ വിധേയമാക്കാൻ പറ്റില്ല. അതവന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. ആ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വസ്തുതകളുണ്ട്. ആ വസ്തുതകളെ മാത്രമേ നമുക്ക് പരിശോധനാ വിധേയമാക്കാൻ പറ്റുകയുള്ളൂ. അതിപ്പോ നിരീശ്വരവാദികളുടെ വിശ്വാസമായാലും അവരും കുറെ എണ്ണത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. തികച്ചും ശൂന്യമായതിൽ നിന്ന് യാദൃശ്ചികമായി പ്രപഞ്ചമുണ്ടായി. ആ പ്രപഞ്ചത്തിനകത്ത് സൗരയൂഥം എന്ന് പറയുന്ന ഒന്ന് അത് യാദൃശ്ചികമായിട്ടുണ്ടായി.
ആ സൗരയൂഥത്തിനകത്ത് ഭൂമി എന്ന് പറയുന്ന ഒന്ന് അത് യാദൃശ്ചികമായിട്ടുണ്ടായി. ആ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ അന്തരീക്ഷം അത് യാദൃശ്ചികമായിട്ടുണ്ടായി. പിന്നെ അങ്ങനെ നിർജീവമായി കിടന്നിരുന്ന ഭൂമിയിൽ യാദൃശ്ചയായിട്ട് ജീവൻ, നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടായി വന്നു. പിന്നെ ആ ജീവൻ പല പല ജീവികളായി മാറി. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് തനിയെ ഉണ്ടായി വന്നു എന്നാണ് അവരുടെ വിശ്വാസം. ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് അത് അവിടെ കട്ടെ. പക്ഷെ ആ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്ന വസ്തുതകൾ അതും നമുക്ക് പരിശോധനാ വിധേയമാക്കാം. ക്രൈസ്തവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതും പരിശോധനാ വിധേയമാക്കാം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും വിശ്വസിക്കുന്നതിന് ആധാരമായിരിക്കുന്ന വസ്തുതകളുണ്ട്. ഈ വസ്തുതകൾ പരിശോധനാ വിധേയമാക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ പൊള്ളത്തരങ്ങൾ വെളിവാകുന്നത്. ക്രൈസ്തവരുടെ വിശ്വാസം അതിന് ആധാരമായിരിക്കുന്ന വസ്തുതകൾ ഏതൊരാൾക്കും പരിശോധനാ വിധേയമാക്കാവുന്നതാണ്. ഇപ്പൊ വിശുദ്ധ മറിയയെ അപമാനിക്കാനായി ക്രിസ്ത്യാനികളോട് നാസ്തികർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനും പലവട്ടം കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നോട് തന്നെ ചിലർ ചോദിച്ചിട്ടുമുണ്ട്. അതായത് ഇതാണ് ചോദ്യം: നിങ്ങളുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യുവതി നിങ്ങൾ അറിയാതെ ഗർഭിണിയാവുകയും അവളെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ, നീ ആരിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇത് മനുഷ്യരിൽ നിന്നും ഒന്നുമല്ല പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായതെന്ന് ആ യുവതി പറയുകയും ചെയ്താൽ നിങ്ങൾ അവൾ പറയുന്നത് വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല എന്നാണെങ്കിൽ മറിയ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്ന് മറിയ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഭാവം അവരെന്തോ നമ്മളോട് ഉത്തരം മുട്ടിക്കുന്ന വിധത്തിൽ, നമ്മളെയൊക്കെ അങ്ങ് ഉത്തരം മുട്ടിക്കുന്ന വിധത്തിലുള്ള എന്തോ ഒരു കിടിലൻ ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. ആ ഭാവത്തിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ആ ചോദ്യം ഒരു ലോജിക്കൽ ഫാലസിയാണെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവർക്കില്ല. ആ ചോദ്യം സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന ലോജിക്കൽ ഫാലസിയാണ്. ഒരാൾ പറയുകയോ അവകാശപ്പെടുകയോ ചെയ്യാത്ത കാര്യം അയാളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ചെയ്യുന്ന ലോജിക്കൽ ഫാലസിയാണത്. ഞാൻ ഉന്നയിക്കാത്തൊരു വാദം എതിരാളി ഉന്നയിക്കുന്നു, എന്നിട്ട് ആ വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ അവൻ തുറന്നു കാണിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത കാര്യത്തിന് അവൻ മറുപടി പറയുകയാണ്. ഇതൊക്കെയാണ് ഈ സ്ട്രോമൻ ഫാലസി എന്ന് പറയുന്നത്, വൈക്കോൽ മനുഷ്യൻ. ഇതെന്തുകൊണ്ടാണ് സ്ട്രോമൻ ഫാലസി എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബൈബിളിൽ ഒരിടത്ത് പോലും വിശുദ്ധ മറിയ പറയുന്നില്ല ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്ന്. ഒരിടത്തും ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല, മറിയ പറയുന്നില്ല. മറിയ മാത്രമല്ല ഒരു മനുഷ്യനും പറയുന്നില്ല അങ്ങനെ മറിയ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്ന്. മറിയയാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളാകട്ടെ പറയുന്നില്ല. പറയുന്ന ആരാണെന്നറിയാമോ? ഗബ്രിയേൽ ദൂതനാണ് പറയുന്നത്. മറിയയുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന യോസെഫ് മറിയ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചിരിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ യോസെഫിന് മുമ്പാകെ പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, ദാവീദിന്റെ മകനായ യോസെഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബൈബിളിൽ ഒരിടത്ത് പോലും ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്ന് മറിയ പറയുന്നതായിട്ട് നാം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെ പരിഹാസ ചോദ്യത്തിന് നിലനിൽപ്പില്ല. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ചോദിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ്? നിങ്ങളുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു യുവതി നിങ്ങളറിയാതെ ഗർഭിണിയാവുകയും നിങ്ങൾ അവളുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവദൂതൻ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവളെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല, അവളുടെ ഗർഭപാത്രത്തിലുള്ളത് പരിശുദ്ധാത്മാവിനാൽ ഉരുവായതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദൂതൻ പറഞ്ഞത് വിശ്വസിക്കുമോ എന്നാണ് അവർ ചോദിക്കേണ്ടത്. ലോജിക്കൽ ഫാലസി ഇല്ലാത്ത വിധത്തിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ തന്നെ അപഹാസ്യരാകും. അതവർക്കറിയാം. അവരിതുവരെ വിശ്വസിക്കുന്ന അവർ പറയുന്നതായ കാര്യങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായ കാര്യമാണത്. ഒരാളത് ചോദിക്കില്ല. പകരം ലോജിക്കൽ ഫാലസി അങ്ങ് എടുത്ത് വീശുകയാണ്. എന്നിട്ട് മറിയ അങ്ങനെ അവകാശപ്പെട്ടു എന്നാക്കി തീർക്കാൻ നോക്കും. വിശുദ്ധ മറിയ തീർച്ചയായും തനിക്ക് ദൂതം പ്രത്യക്ഷപ്പെട്ടതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് താൻ ഗർഭിണിയായത് എന്നും തന്നോട് അടുപ്പമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കാണും, തന്റെ വീട്ടുകാരോട് പറഞ്ഞു കാണും, പിന്നെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട യോസെഫിനോടൊക്കെ പറഞ്ഞു കാണും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ അത് രേഖപ്പെടുത്താൻ ദൈവം അനുവദിച്ചില്ല. മറിയ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം എന്താണ്? ആ ദൈവത്തിനറിയാം ഭാവിയിൽ ഇവന്മാരെ പോലെയുള്ള പരിഹാസികൾ ഇമാതിരി ട്രോളും കൊണ്ട് ഇറങ്ങുമെന്ന്. അത് ദൈവത്തിന് അറിഞ്ഞൂടെ? അപ്പൊ ഇങ്ങനെ ട്രോളും കൊണ്ട് ഇറങ്ങുന്നവന്മാര് അപഹാസ്യരായി തീരണം, അവര് അപമാനിതരായി തീരാൻ വേണ്ടി തന്നെയാണ് ദൈവം അത് രേഖപ്പെടുത്താതിരുന്നത്. കാരണം ഇവർ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ ഈ ഒരു വാദം കൊണ്ടുവരുമ്പോൾ അവര് ലോജിക്കൽ ഫാലസിയാണ് എടുത്ത് വീശുന്നതെന്ന്
ലോകത്തിന് മനസ്സിലാകണം. ഇപ്പൊ യുക്തിവാദി എന്ന് പറഞ്ഞു നടക്കുന്നതേ ഉള്ളൂ, പിന്നെ ചിന്തയ്ക്കകത്ത് യുക്തിബോധം തീരെ ഇല്ല എന്ന് അറിയണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? ഈ കാര്യം രേഖപ്പെടുത്തിയില്ല. മനസ്സിലായോ? ഇത് മറിയ പറഞ്ഞതോ അല്ലെങ്കിൽ യോസേഫും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലോടൊക്കെ. യോസേഫിനോട് നീ ഗർഭിണിയായ ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കാൻ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ പക്ഷെ യോസേഫും പറഞ്ഞു കാണും അവൾ അവിഹിത ഗർഭം ധരിച്ചതൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് അവൾ ഗർഭിണിയായതെന്ന് പറഞ്ഞു കാണും ഒരു പക്ഷെ. ഏതായാലും മറിയ പറഞ്ഞതോ യോസേഫ് പറഞ്ഞതൊന്നും ബൈബിളിൽ രേഖയാക്കിയില്ല. മറിച്ച് ഗബ്രിയേൽ ദൂതൻ യോസേഫിനോട് പറഞ്ഞതാണ് ബൈബിളിൽ രേഖയാക്കി വെച്ചിരിക്കുന്നത്. ദൈവം അങ്ങനെയാണത് അനുവദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ വാദത്തിന് വേണ്ടി ഇവന്മാര് ചോദിക്കുന്നത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് വെച്ചോ. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങളുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടൊരു യുവതി നിങ്ങളറിയാതെ ഗർഭിണിയാവുകയും നിങ്ങൾ അവളുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദൈവദൂതൻ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവളെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല, അവളുടെ ഗർഭപാത്രത്തിലുള്ളത് പരിശുദ്ധാത്മാവിനാൽ ഉരുവായതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദൂതൻ പറഞ്ഞത് വിശ്വസിക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നതെന്ന് വെച്ചോ. ബൈബിൾ വിശ്വാസിയായ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരം വിശ്വസിക്കില്ല എന്ന് തന്നെയാണ്. ഞങ്ങളത് വിശ്വസിക്കുകയേ ഇല്ല. കാരണം ബൈബിൾ അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ജനനം നിസ്തുല്യമായതാണ്. അതിന് തുല്യമായ മറ്റൊരു ജനനം ഒരിക്കലും ഉണ്ടാവുകയില്ല. യേശുക്രിസ്തുവിന് മുമ്പോ യേശുക്രിസ്തുവിന് ശേഷമോ യേശുക്രിസ്തുവിൻ്റെതുപോലെയുള്ള ഒരു ജനനം ഉണ്ടാവുകയില്ല. അത് ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. അത് എന്നേക്കും ഒരിക്കലായി മാത്രം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദൂതൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഒരാളോടും പറയുകയില്ല. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു ദൂതൻ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ദൂതനല്ല, പിശാചിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ കാര്യം. അത് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. ദൈവത്തിന്റെ വചനം അത് ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് ദൈവവചനത്തിൽ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. അത് പരിശോധിച്ച് നോക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്, പരിശോധിച്ച് നോക്കാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, ഞങ്ങളോട് അല്ല വേറെ ആരെങ്കിലോടും പറഞ്ഞെന്ന് അറിഞ്ഞാലും ഞങ്ങളത് മൈൻഡ് ചെയ്യാനേ പോവില്ല. അത് ദൈവദൂതൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ ദൂതനല്ല, അത് പിശാചിന്റെ ദൂതനാണ്. അപ്പൊ അത് അത്രയേ ഉള്ളൂ. അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ തന്നെ പറയാം. ഇനി അവർക്കുള്ള ചോദ്യം ഞാൻ ഏറ്റവും അവസാനം ചോദിക്കുന്നുണ്ട്. ഇതേ വിധത്തിൽ തന്നെ തിരിച്ചൊരു ചോദ്യം അവരുടെ നേരെ നമുക്ക് ചോദിക്കാനുണ്ട്. പുരുഷനെ അറിയാത്ത മറിയ ഗർഭിണിയായി എന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, പഴയ നിയമത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പഴയ നിയമത്തിൽ ആ കാര്യം വിശദമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്ര ഉറപ്പോടുകൂടി ഇത് വിശ്വസിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നത് പോലെ അവിവാഹിതയായ ഒരു പെണ്ണ് വന്ന് ഞാൻ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായതെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും അതങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നും അല്ല ക്രൈസ്തവർ ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, ബൈബിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, വിവരക്കേടാണ് നിങ്ങൾ വിളമ്പുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ്, നിവൃത്തിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം പഠിക്കണമെങ്കിൽ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് പഴയ നിയമത്തിലേക്ക് പോകണം. പഴയ നിയമത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് പഠനം ആരംഭിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം തിന്നരുതെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിച്ച പഴം ഭക്ഷിച്ച് പാപം പ്രവേശിച്ച ശരീരവും മനസ്സുമായി ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന ആദാമിന്റെയും ഹൗവയുടെയും മുമ്പിൽ വെച്ച് ദൈവം പാമ്പിനോട്, അഥവാ പാമ്പ് തന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഇടം കൊടുത്ത അല്ലെങ്കിൽ പാമ്പിന്റെ ശരീരത്തിൽ ആ സമയത്ത് വസിച്ചിരുന്ന പിശാചിനോട് പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 3:15. തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമും ഹൗവയും കരുതിയത് സ്ത്രീയുടെ, അതായത് അന്ന് സ്ത്രീ എന്ന് പറയുന്നത് ഹൗവ മാത്രമേ ഉള്ളൂല്ലോ. അപ്പൊ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ പാമ്പിന്റെ തല തകർക്കുമെന്നും അങ്ങനെ തങ്ങൾക്ക് നഷ്ടമായ ഏദൻ തോട്ടത്തിലെ സൗഭാഗ്യാവസ്ഥ അവൻ വീണ്ടെടുത്തു തരുമെന്നായിരുന്നു. ഇവരിത് പാപം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സംഭവമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവർ അത്രയും നാളെ ഏദൻ തോട്ടത്തിൽ അതിന്റെ എല്ലാ സൗഭാഗ്യത്തോടും കൂടി അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ അവിശ്വാസവും അനുസരണക്കേടും കാരണം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പൊ ഇവരുടെ ധാരണ കുറച്ച് കളയുമ്പോൾ വീണ്ടും അവിടെ തന്നെ കയറാം. അപ്പൊ ഹൗവയിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞ് എന്ത് ചെയ്യും? പിശാചിനെ പരാജയപ്പെടുത്തും, അവന്റെ തല തകർക്കും, എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങ് തിരിച്ചു കയറാം എന്നാണ് ഇവര് വിശ്വസിച്ചിരുന്നത്. പക്ഷെ കായേൻ യഹോവയിൽ നിന്നുള്ളവനല്ല, ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു എന്നവർ മനസ്സിലാക്കിയത് കായേൻ തന്റെ സഹോദരനും നീതിമാനുമായ ഹാബേലിനെ കൊല ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ ദുഷ്ടനാണെന്നുള്ള കാര്യം. ഏതായാലും ദുഷ്ടനിൽ നിന്നുള്ള കായേൻ തങ്ങളെ രക്ഷിക്കുകയില്ല, യഹോവയിൽ നിന്നുള്ള നീതിമാനായ ഹാബേൽ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് തിരിച്ചിനി വീണ്ടും അതിനകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതിൽ അവർ നിരാശരായിട്ടിരിക്കുമ്പോഴാണ് ഒരു മകൻ കൂടി ജനിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടെ ആദ്യ മാതാപിതാക്കള് അവന് ശേത്ത് എന്ന് പേരിട്ടു.
ഷേത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിയമിക്കുക എന്നാണ്, നിയമനം. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളവനായിരുന്ന ഹാബേലിന് പകരം ദൈവം നിയമിച്ചതാണ് ഇവനെ, ഞങ്ങളെ തിരിച്ച് ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ദൈവം നിയമിച്ചതാണ് ഇവനെ എന്ന് കരുതിയിട്ടാണ് ഇവര് ഷേത്ത് എന്ന് പേരിടുന്നത്. പക്ഷെ ഷേത്തിനും അവർ ഏദൻ തോട്ടത്തിലെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുപോകാനോ അവർക്ക് വേണ്ടി ഏദൻ തോട്ടം വീണ്ടെടുക്കാനോ കഴിഞ്ഞില്ല. പിന്നീട് തലമുറകൾ കഴിയും തോറും വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള പ്രതീക്ഷകളും വളർന്നു വന്നു. പിതാക്കന്മാരിൽ നിന്ന് മക്കളിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സന്തതിയായ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്തു പോന്നു. അങ്ങനെ തലമുറകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോഹയുടെ കാലത്ത് ഭൂമിയിൽ പാപം പെരുകുന്നു. അത്യന്തമായിട്ട് ആ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ദൈവം ന്യായവിധി നടത്തുന്നു, ജലത്താൽ ന്യായവിധി നടത്തുന്നു, ജലപ്രളയം വരുത്തുന്നു. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമുഖത്ത് നോഹയുടെ ഒരു കുടുംബം മാത്രം അവശേഷിച്ചു. നോഹ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ആ സന്ദർഭത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും. 39:2. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. ആര്? ശേമിന്റെ കൂടാരങ്ങളിൽ ആര് വസിക്കുമെന്നാണ് നോഹ പറഞ്ഞതെന്ന് മനസ്സിലായോ? ദൈവം, അതായത് യാഫേത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. അപ്പൊ യാഫേത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം ആരാണോ ആ ദൈവം തന്നെ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സന്തതി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നവനാണെന്നും അങ്ങനെ അവൻ വരുമ്പോൾ അവൻ ശേമിന്റെ കൂടാരങ്ങളിലാണ് പാർക്കുക, അഥവാ ശേമിന്റെ പരമ്പരയിലാണ് ആ വാഗ്ദത്ത സന്തതി ജനിക്കുക എന്ന് നോഹയ്ക്ക് മനസ്സിലായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടിനാൽ അത് മനസ്സിലായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നോഹ ഈ വിധം തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് നോഹയുടെ സന്തതി പരമ്പരകളിൽ നിന്ന് വീണ്ടും മനുഷ്യജാതി ഉളവായി വരികയാണ്. ആ പ്രളയത്തിന് ശേഷം നശിച്ചുപോയ ജനത ഈ 8 പേര് ഉള്ളു. പിന്നെ 8 പേരിൽ നിന്ന്, നോഹയുടെ 3 മക്കളിൽ നിന്ന് പിന്നെ ജനത ഉണ്ടായി വരികയാണ്. ദൈവം ആദ്യം ആദാമിനും പിന്നെ നോഹയ്ക്കും നൽകിയിരുന്ന ഒരു കൽപ്പനയുണ്ടായിരുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്നുള്ളതായിരുന്നു ആ കൽപ്പന. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനോടും ആ കൽപ്പന കൊടുക്കുന്നത് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ അത് നോഹയോടും അങ്ങനെ തന്നെ പറയുന്നത് കാണാം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയുവിൻ എന്ന്. അപ്പൊ മനുഷ്യൻ ഭൂമി മുഴുവൻ നിറയണം എന്ന ദൈവിക ആഗ്രഹത്തിനും ദൈവകൽപ്പനയ്ക്കും വിരോധമായി മനുഷ്യന് പറയുന്നത് എന്താണ്? മനുഷ്യരിങ്ങനെ പെരുകി കഴിഞ്ഞപ്പോൾ പറയാണ്, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്നാണ് മനുഷ്യൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവര് ബാബേലിൽ ഒരു ഗോപുരം പണിയാൻ ശ്രമിക്കുകയാണ്. ആ ഗോപുരം പണിയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? അത് ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടാണ്. കാരണം ദൈവം പറഞ്ഞിരുന്നു, ഇനി ഒരിക്കലും ഞാൻ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ദൈവം. പക്ഷേ ഇവർക്ക് സംശയമാണ്, ഇനി ജലപ്രളയം എങ്ങാനും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വലിയ ഗോപുരം പണി, ആകാശത്തോളം എത്തുന്ന ഗോപുരം. ഭൂമി മുഴുവൻ വെള്ളം കയറി നിറഞ്ഞാലും നമ്മളാരും മരിച്ചു പോകരുത്, അതിന്റെ മുകളിൽ കയറി രക്ഷ പ്രാപിക്കാം. അപ്പൊ ദൈവത്തെ അവര് അവിശ്വസിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവം പറഞ്ഞത് ഭൂമി മുഴുവൻ നിങ്ങൾ പെരുകി നിറയണം, ഭൂമി മുഴുവൻ നിങ്ങൾ നിറയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ? നാം ഭൂതലത്തിലെങ്കിലും ചിതറിപ്പോകാതിരിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ മാത്രം, ഈ പ്രദേശത്ത് മാത്രം നമ്മൾ താമസിച്ചാൽ മതി, എല്ലായിടത്തേക്കും പോകണ്ട. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹത്തിനും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനെയും ഇവര് അവിശ്വസിക്കുകയും അതിനെതിരായിട്ട് ഇവര് ഗോപുരം പണിയൊക്കെ ശ്രമിക്കുകയാണ്. അപ്പൊ തന്റെ കൽപ്പനയ്ക്ക് വിരോധമായി മനുഷ്യർ ഗോപുരം പണിയാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഭാഷ അങ്ങ് കലക്കിക്കളഞ്ഞു. അതുവരെ ഒറ്റ ഭാഷ മാത്രം സംസാരിച്ചിരുന്ന മനുഷ്യർ പിന്നീട് പല ഭാഷാഗോത്രങ്ങളായി പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ പിരിഞ്ഞു പോയ മനുഷ്യവർഗത്തിനിടയിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ വാഗ്ദത്തത്തെ കുറിച്ച് അറിയാം. തലമുറയോളം അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ്. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് അതറിയാം, നോഹയിൽ നിന്ന് നോഹയുടെ മക്കൾക്കറിയാം, ആ മക്കളിൽ നിന്ന് പിന്നെയുള്ള തലമുറയ്ക്കൊക്കെ അറിയാം. അന്ന് ഒറ്റ ഭാഷയേ ഉള്ളൂ, ഒരു ഭാഷയിൽ ഇവർക്കൊക്കെ അറിയാം. പക്ഷെ പിന്നീട് ഭാഷകൾ കലങ്ങി, ഭാഷകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു. അപ്പൊ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ഗ്രൂപ്പിനകത്തും ഈ വിശ്വാസം അപ്പോഴും നിലനിന്നിരുന്നു. അതായത് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ വരും, ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വരും എന്നുള്ള വിശ്വാസം. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പുരാതനമായ എല്ലാ മനുഷ്യവർഗങ്ങളിലും ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. വളരെ പുരാതനമായിരിക്കുന്ന ഏത് മനുഷ്യവർഗങ്ങളുടെയും കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവരുടെ ആ മതവിശ്വാസങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക അവതാരങ്ങളുടെ കഥകൾ ഏറ്റക്കുറച്ചിലോടെ
നമുക്ക് കാണാം. പല ഭൂഖണ്ഡങ്ങളിലേക്ക് കുടിയേറി പാർത്ത മനുഷ്യർ അവരവരുടെ സമൂഹങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തിന്റെ വിമോചകൻ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണത്. നിങ്ങൾ മായൻ സംസ്കാരത്തിലേക്ക് പോയിട്ട് അവരുടെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാലും, അല്ലെ ഈജിപ്ഷ്യൻ മിത്തോളജിയിലേക്ക് പോയാലും, അതല്ലെങ്കിൽ സിറിയയിലോ അല്ലെങ്കിൽ ഇറാഖിലോ ഒക്കെ ഉണ്ടായിരുന്ന കൽദയരുടെ ആ ഭാഗങ്ങളിൽ കൽദയരൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഇതിലേക്ക് നോക്കിയാലും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് നോക്കിയാൽ, ചൈനയിലേക്ക് നോക്കിയാൽ, ഇങ്ങനെയൊക്കെയുള്ള പുരാതനമായിട്ടുള്ള ഏതൊരു മനുഷ്യവർഗത്തിലേക്ക് നിങ്ങൾ നോക്കിയാലും അവരുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു വിശ്വാസം കാണാം, ഏറ്റക്കുറച്ചിലോടെ കാണാം. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഇറങ്ങി വരും എന്നുള്ള ഒരു ചിന്താഗതി. ഏതായാലും ഇങ്ങനെ കാലചക്രം മുന്നോട്ടുരുളവേ ഏതാണ്ട് BC 2000 മധ്യപൂർവ്വ ഏഷ്യയിലെ മൊസപ്പൊത്തോമിയയിലുള്ള ഊർ എന്ന പട്ടണത്തിലെ നിവാസിയും ശേമ്യ വംശജനുമായ അബ്രാം എന്ന വ്യക്തിയെ ദൈവം വിളിച്ചു. താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ ദൈവം അബ്രാമിനോട് കൽപ്പിച്ചു. അതുമാത്രമല്ല, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഒരു വാഗ്ദാനവും നൽകി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ഒരു വാഗ്ദാനം ദൈവം നൽകുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം പറയുന്നത് നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നാണ്. അതായത് അബ്രാമാണ് ഇവിടെ കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും പിതാക്കന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ദൈവം മാതാവിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന ആ സ്ത്രീയുടെ സന്തതി താനാണെന്ന് ഒരു പക്ഷെ അബ്രാം ചിന്തിച്ചിരിക്കാം. കാരണം നിന്നിൽ 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 നീ അങ്ങനെ ആയിരിക്കും, നിന്നിൽ ഞാൻ എല്ലാവരും അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് അവനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷെ ചില വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 22:18. ദൈവം ആദാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന സന്തതി താനല്ല എന്ന് അബ്രഹാം അപ്പൊ തിരിച്ചറിയുകയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായും വാഗ്ദത്തത്താൽ ജനിച്ച സന്തതിയായ ഇസഹാക്കാണ് അതെന്ന് അബ്രഹാം ചിന്തിച്ചിരിക്കും. അതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഇസ്മായിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്മായിൽ വാഗ്ദത്ത സന്തതിയല്ല. ദൈവം പറയാത്തൊരു കാര്യം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ ഉണ്ടായതാണത്. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് നിന്റെ ഭാര്യയായ സാറയിൽ തന്നെ നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നാണ്. അവൻ ഇസഹാക്ക് എന്ന് പേരിടണമെന്ന് അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം പറയുന്നുമുണ്ട്. മാത്രമല്ല, ഞാൻ ഉടമ്പടി ചെയ്യാൻ പോകുന്നത് ഇസഹാക്കുമായിട്ടാണ് എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇസഹാക്കും അത് തന്നെ ചിന്തിച്ചിരിക്കാം. അബ്രഹാമിന് മനസ്സിലായി ഞാനല്ല വാഗ്ദത്ത സന്തതി, ഇസഹാക്കായിരിക്കാം. പക്ഷെ പിന്നീട് ദൈവം ഇസഹാക്കിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇസഹാക്കിനോട് പറയുന്നത്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 26:5. അപ്പൊ ദൈവം അബ്രാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന സ്ത്രീയുടെ സന്തതി താനല്ല, തന്റെ സന്തതിയാണെന്ന് ഇസാക്കപ്പ അവിടെ മനസ്സിലാക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത തന്റെ ഇളയ സന്തതിയായ യാക്കോബ് ആയിരിക്കാം അതെന്ന് ഒരുപക്ഷെ ഇസാക്ക് ചിന്തിച്ചിരിക്കും. കാരണം മൂത്തവനായ ഏശാവിനെ തള്ളി ഇളയവനായ യാക്കോബിനെ താൻ തിരഞ്ഞെടുത്തതായി റബേക്കയോട് ദൈവം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25:23. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ദൈവം യാക്കോബിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആലോചിച്ച് നോക്കണം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇസ്ഹാക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ യാക്കോബിനോടും ദൈവം പറയുകയാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 28:14 പറയുന്നത്. അപ്പൊ ഈ വാഗ്ദത്തം ലഭിക്കുന്ന സമയത്ത് യാക്കോബ് അവിവാഹിതനാണ്. യാക്കോബ് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ യാക്കോബിന് അപ്പോൾ മനസ്സിലായി താൻ വാഗ്ദത്ത സന്തതിയല്ല, വാഗ്ദത്ത സന്തതിയുടെ പിതാവാണ് എന്നുള്ള കാര്യം അന്ന് അവിവാഹിതനായിരുന്ന യാക്കോബിന് മനസ്സിലായി. പിന്നീട് യാക്കോബിന് 12 ആൺമക്കൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിലാരാണ് ആ വാഗ്ദത്ത സന്തതി എന്ന് യാക്കോബിന് ആദ്യം മനസ്സിലായില്ല. മരണക്കിടക്കയിൽ വെച്ചാണ് ദൈവം അത് യാക്കോബിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നോഹ തന്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ തന്നെ യാക്കോബും മരണക്കിടക്കയിൽ വെച്ച് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. 12 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ചിലരെയൊക്കെ അനുഗ്രഹിക്കുകയല്ല, ശപിക്കുകയാണ്. ഏതായാലും യഹൂദയെ അനുഗ്രഹിക്കുന്ന സമയത്ത് യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. ഉൽപ്പത്തി 49:10. ഇത് ദൈവദത്തമായ ജ്ഞാനത്താൽ യാക്കോബ് പറയുന്നതാണ്. രാജദണ്ഡും ചെങ്കോലും യഹൂദ ഗോത്രത്തിൽ നിന്ന് വരുന്ന അവകാശിയുടെ കൈവശമാണ് എന്നുള്ളത്. അങ്ങനെ ആദാമിനോടും അബ്രഹാമിനോടും ഇസഹാക്കിനോടും
യാക്കോബിനോടും ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന സ്ത്രീയുടെ സന്തതി യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് ഇസ്രായേലിനെല്ലാം മനസ്സിലായി. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലിലെ പുൽപ്പുറങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം എടുത്ത് തന്റെ ജനത്തിന്റെ ഇടയനായി നിയമിച്ചപ്പോൾ ദാവീദിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. 2 ശമൂവേൽ 7:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന സന്തതി യെരുശലേം ദൈവാലയം പണിത ശലോമോൻ അല്ലെങ്കിൽ സോളമൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ വ്യക്തിയാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തോന്നും. അങ്ങനെയാണ് നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശലോമോനെ പറ്റിയല്ല. സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും എന്നാണ്. ശലോമോന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം സ്ഥിരമായിരുന്നില്ല. അവന്റെ മരണശേഷം ഈ രാജ്യം തന്നെ 2ആയി വിഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ രാജ്യം തന്നെ 2ആയിട്ട് വിഭജിക്കപ്പെടുകയാണ്. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതുമാത്രമല്ല, തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അവസാന കാലമായപ്പോൾ ശലോമോൻ സത്യദൈവത്തെ വിട്ട് മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്ക് തിരിയുകയും അവയെ സേവിക്കുകയും ചെയ്തിരുന്നു. അവൻ പണിത ഈ ആലയം ഉണ്ടല്ലോ, യെരുശലേം ദൈവാലയം, അതും സ്ഥിരമായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം BC 587 ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ യെരുശലേമിലെ ദൈവാലയം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അത് കത്തിച്ചു കളഞ്ഞു. ദൈവാലയത്തിനകത്തുണ്ടായിരുന്ന നിയമപ്പെട്ടകത്തെ പറ്റിയോ അല്ലെങ്കിൽ യെരുശലേമിൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന ദാവീദിന്റെ സിംഹാസനത്തെ പറ്റിയോ അതിനുശേഷം ലോകത്തിന് യാതൊരു അറിവുമില്ല. ശലോമോന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരാളും ദാവീദിന്റെ സിംഹാസനത്തിൽ പിന്നീട് ഇരുന്നിട്ടുമില്ല. അതായത് അവന്റെ സിംഹാസനം ഞാൻ സ്ഥിരമാക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. എന്നാൽ ശലോമോന്റെ സിംഹാസനം അത് സ്ഥിരമായിരുന്നില്ല. ദൈവം ദാവീദിനോട് പറയുന്ന ഈ സന്തതി ഉണ്ടല്ലോ, അത് ആദാം മുതൽ ഇങ്ങോട്ട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സന്തതിയാണ്. അവൻ പണിയുന്ന ആലയം അത് ഭൗതികമായ ആലയമല്ല. ഭൗതികമായതെല്ലാം നാശത്തിന് വിധേയമാകുന്നതാണ്. അവൻ പണിയുന്ന ആലയം നശിച്ചു പോകാത്ത നിത്യാലയമായിരിക്കും. അവന്റെ സിംഹാസനവും നിത്യമായിരിക്കും. അതായത് ഭൗതികമായൊരു സിംഹാസനമല്ല അത്. ഇഹത്തിലുള്ളതെല്ലാം നാശത്തിന് വിധേയമാകുന്നതുകൊണ്ട് അവന്റെ രാജ്യം ഒരിക്കലും ഐഹികമായിരിക്കില്ല, അത് ആത്മീയമായിരിക്കും. ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്ത സന്തതി ക്രിസ്തുവാണ്, യേശുക്രിസ്തുവാണ്. അവൻ ദൈവത്തിന് വേണ്ടി പണിത ആലയം എന്ന് പറയുന്നത് അത് സഭയാണ്, ദൈവസഭയാണ്. സ്ഥാപിക്കപ്പെട്ട അന്നു മുതൽ ഇന്നു വരെ സാത്താന്റെ പൈശാചിക തന്ത്രങ്ങൾക്ക് തകർക്കാൻ കഴിയാതെ നിലനിൽക്കുന്നത്, ലോകത്തിന് കാണാൻ കഴിയാത്തതായ ദൈവസഭയാണത്. ദൈവസഭയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ആളുകൾ അംഗങ്ങളായ ദൈവത്തിന്റെ സഭ. അതാണ് ആലയമായിട്ടും. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നുണ്ട്. ദൈവം ദാവീദിനോട് സന്തതിയെ വാഗ്ദത്തം ചെയ്തപ്പോൾ രക്ഷകനെ കുറിച്ചുള്ള ചിത്രങ്ങൾ മനുഷ്യവർഗത്തിന് കൂടുതൽ വ്യക്തമാവുകയാണ്. ആദാമിനോട് പറഞ്ഞ പാമ്പിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി അത് അബ്രഹാമിന്റെ സന്തതിയായിരിക്കും. അത് ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതിയായിരിക്കും. യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളായ യഹൂദയുടെ സന്തതിയായിരിക്കും. യഹൂദാ ഗോത്രത്തിൽ ദാവീദിന്റെ വംശത്തിൽ നിന്നായിരിക്കും ആ സന്തതി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇസ്രായേലിന് മനസ്സിലായി. ദാവീദിന്റെ വംശത്തിൽ ഏത് കുലം, ഏത് കുടുംബം എന്നൊന്നും ദൈവം പറയുന്നില്ല. പകരം പിന്നീട് പ്രവാചകന്മാരിലൂടെ ജനിക്കുവാനിരിക്കുന്ന ആ സന്തതിയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തു തുടങ്ങുകയാണ്. അതുവരേക്കും ഓരോരുത്തരോട് പറഞ്ഞിരുന്നു നിന്റെ സന്തതി, നിന്റെ സന്തതി, നിന്റെ സന്തതി എന്ന്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്. ആദാമിനോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി, നോഹയോട് പറയാണ് അത് ശേമിന്റെ സന്തതിയായിട്ട് വരും, ശേമിന്റെ കൂടാരങ്ങളിൽ പാർക്കും. ഈ ശേമിന്റെ സന്തതികളിൽ വരുന്ന സമയത്ത് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് 8 മക്കളുണ്ടായിരുന്നു. ആ 8 മക്കളിൽ ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി. ഇസഹാക്കിനോട് ദൈവം പറയുകയാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഏശാവും യാക്കോബും. അതിൽ യാക്കോബിനോട് ദൈവം പറയാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ യാക്കോബാണെങ്കിലോ യഹൂദയെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. യഹൂദയിൽ നിന്നാണ് ആ സന്തതി വരാൻ പോകുന്നത്. അവകാശമുള്ളവൻ അവിടുന്ന് വരും. യഹൂദാ ഗോത്രത്തിൽ ദാവീദിനോട് ദൈവം പറയാണ് നിന്റെ സന്തതി എനിക്കൊരു ആലയം പണിയും, അവന്റെ സിംഹാസനം സ്ഥിരമായിരിക്കും, നിത്യമായൊരാലയം എനിക്ക് വേണ്ടി പണിയും. അപ്പൊ ഇത്രയും പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരാളോടും നിന്റെ സന്തതി എന്ന് ദൈവം പറയുന്നില്ല. പകരം ആ സന്തതി എങ്ങനെയുള്ളവനായിരിക്കും, ആ സന്തതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പിന്നെ വരുന്നത്. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ തന്നെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം ദൈവം എഴുതി കഴിഞ്ഞിരുന്നു.
പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ, ആ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് മുമ്പേ തന്നെ പ്രവാചകന്മാര് പ്രവചിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആ പ്രവചനങ്ങളിൽ ചിലതൊന്ന് പറയാം. ധാരാളം പ്രവചനങ്ങളുണ്ട്, അത് മുഴുവൻ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ സമയമില്ല. അതിലെ ചില പ്രവചനങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. ഈ പ്രവചനം നടത്തിയ പ്രവാചകന്റെ പേരും, അതായത് ആ പ്രവാചക പുസ്തകത്തിന്റെ പേര്, അത് ഏത് കാലഘട്ടത്തിലാണ് അത് പ്രവചനം നടത്തിയെന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. വാഗ്ദത്ത സന്തതി ബേത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും എന്നാണ് മീഖാ പ്രവാചകൻ അരുളി ചെയ്തത്. മീഖാ പ്രവാചകൻ മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ഇത് BC 739 687 ആ കാലഘട്ടത്തിലാണ് മീഖാ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പറയാണ്, അത് ആ വാക്യം ഞാനതൊന്ന് വായിക്കാം. നീയോ ബെത്ലഹേം എഫ്രാത്തയെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. മീഖ 5:2. മനസ്സിലാക്കണം, ബേത്ലഹേം എന്ന് പറയുന്നത് 2 ബേത്ലഹേം ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ 2 ബേത്ലഹേം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഒരേ പേരിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. കൊല്ലം ഒരു ജില്ലയുണ്ട്. കൊല്ലം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു പ്രദേശമുണ്ട്. കൊല്ലം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറെ ഉണ്ട്. ആലത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഞങ്ങളുടെ ഈ ചുറ്റുപാട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനകത്ത് 3 ആലത്തൂറുണ്ട്. അതുപോലെ വേറെ നിങ്ങൾക്കും പരിചയം കാണുമെന്ന് വിചാരിക്കുന്നു. പള്ളിക്കര എന്നുള്ളത്, കാസർഗോഡ് ഒരു പള്ളിക്കരയുണ്ട്, ഈ എറണാകുളത്ത് ഒരു പള്ളിക്കര ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം പലയിടത്തും ഒരേ പേരിൽ പല സ്ഥലങ്ങളും കാണും. അപ്പൊ ഈ ബെത്ലഹേം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്. അത് പക്ഷെ ഇസ്രായേലിൽ 2 ഉണ്ടായിരുന്നു. അപ്പൊ അതില് എഫ്രാത്തയിലുള്ള ബേത്ലഹേമിൽ നിന്നാണ് അവൻ ജനിക്കുക എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. വെറും ബെത്ലഹേം എന്നല്ല, നീയോ ബേത്ലഹേം എഫ്രാത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവചിക്കുന്നത്. പിന്നെ ഈ വാഗ്ദത്ത സന്തതി കന്യകയിൽ നിന്നായിരിക്കും ജനിക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. യെശയ്യാവ് BC 740 മുതൽ 688 വരെയുള്ള ആ കാലഘട്ടമാണ് യെശയ്യാവിൻ്റെത്. ആ വാക്യം ഞാൻ വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാവ് 7:14. അത് കഴിഞ്ഞിട്ട് വീണ്ടും യെശയ്യാവ് പറയുകയാണ്, മനുഷ്യവർഗത്തിന് നൽകപ്പെടുന്ന ഈ സന്തതി ഇത് വീരനാം ദൈവം തന്നെ ആയിരിക്കുമെന്നുള്ളത്. യെശയ്യാവ് 9:6 നമുക്കത് വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവ് 9:6. കൃത്യമായിട്ട് എവിടെയാണ് ജനിക്കുക, എങ്ങനെയാണ് ജനിക്കുക, ആ ജനിക്കുന്ന ശിശു ആരാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കിട്ടുകയാണ്. എവിടെയാണ് ജനിക്കുക? ബെത്ലഹേം എഫ്രാത്തയിൽ. എങ്ങനെയാണ് ജനിക്കുക? കന്യകയിൽ നിന്ന് ജനിക്കും. ആ ജനിക്കുന്ന ശിശു യഥാർത്ഥത്തിൽ ആരാണ്? വീരനാം ദൈവം തന്നെയാണ്. ഇത് നമുക്ക് കിട്ടുകയാണ്. ഇനി ദൈവം തന്റെ ജനവുമായി ചെയ്ത ഉടമ്പടിയുടെ മധ്യസ്ഥനായ മോശയെ പോലെ ഒരു പ്രവാചകനായിരിക്കും അവനെന്ന് ആവർത്തന പുസ്തകം 18:18 മോശ രേഖപ്പെടുത്തുന്നുണ്ട്. BC 1500 ആ കാലം. ആ വാക്യം ഇങ്ങനെയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ആവർത്തനം 18:18. ഇത് മുഹമ്മദ് ആണെന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ നടക്കുന്നുണ്ട്. വെറുതെ മോശയുമായിട്ടുള്ള ഒരു സാമ്യവും മുഹമ്മദിനില്ല. ജനറൽ ആയിട്ടുള്ള കുറെ സാമ്യമുണ്ട്, അത് എനിക്കുണ്ട്, സകലർക്കും ഉണ്ട്. ഇപ്പൊ മോശ വിവാഹം കഴിച്ചു, ഞാനും വിവാഹം കഴിച്ചിട്ടുണ്ട്. മോശ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു, ഞാനും മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചത്. അങ്ങനെയൊക്കെ പറയാം. ഇനി കുറച്ചും കൂടി ഏതെങ്കിലും ഒരു ലീഡർ ആണെങ്കിൽ, ഒരു വിമോചന പോരാളി എന്തെങ്കിലുമൊക്കെയാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാമ്യം കാണും. ഇത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും ഉള്ള സാമ്യങ്ങളാണ്. അതൊന്നുമല്ല. മോശയോട് ചേർത്ത് പറയാൻ കഴിയുന്ന വിധത്തിൽ പിന്നെ വരുന്ന ആള് യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. മോശെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരുന്നു. അതായത് ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിലും ദൈവത്തിലും ഇടയിൽ നിൽക്കുന്നത്, മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് മോശയാണ് ദൈവത്തിൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി ഈ ജനത്തിന് കൊടുക്കുന്നത്. ഉടമ്പടി മോശയുടെ മധ്യസ്ഥതയിലാണ് നടത്തുന്നത്. മോശയ്ക്ക് ശേഷം സ്നാപക യോഹന്നാൻ വരെ ധാരാളം പ്രവാചകന്മാർ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവാചകന്മാരാരും മോശയെ പോലെ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്നില്ല. ഒരു നിയമം ദൈവം തന്റെ ജനവുമായിട്ട്, ഇസ്രായേൽ ജനവുമായിട്ടൊരു നിയമം ചെയ്തപ്പോൾ അതിന്റെ മധ്യസ്ഥനായി മോശ നിന്നതുപോലെ പിന്നീട് വേറെ ഒരു പ്രവാചകനെയും വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നില്ല, ഒരു കരാർ അല്ലെങ്കിൽ ഒരു നിയമം ചെയ്യുന്നില്ല. പിന്നെ വന്ന ഈ പ്രവാചകന്മാരെല്ലാവരും മോശ ചെയ്ത ഈ ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഈ പ്രമാണത്തിന്റെ, ന്യായപ്രമാണത്തിന്റെ പ്രചാരകര് മാത്രമായിരുന്നു. അവർ ഈ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ന്യായപ്രമാണം വിട്ട് തെറ്റിപ്പോയി, നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നുപോയി, തിരിച്ചു വരിക, ദൈവത്തിന്റെ വചനത്തിലേക്ക്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ മടങ്ങി വരിക എന്ന് പറഞ്ഞ് ഈ ഉടമ്പടിയെ അല്ലെങ്കിൽ ഈ പ്രമാണത്തെ അവര് മുന്നോട്ട് വെച്ചതല്ലാതെ അവരിലൂടെ ദൈവം ഒരിക്കലും ആരെങ്കിലുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരിക്കണം?
ആ ഒരു പദവി, മോശയെ പോലെയുള്ള പ്രവാചകൻ എന്നുള്ള പദവി ലഭിക്കണമെങ്കിൽ ഈ വരുന്ന വാഗ്ദത്ത സന്തതി മറ്റൊരു ഉടമ്പടിയുടെ, ഒരു കരാറിന്റെ, ഒരു നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കണം. മനസ്സിലായോ? എങ്കിൽ മാത്രമേ മോശയെ പോലെയുള്ള പ്രവാചകൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, യേശു ക്രിസ്തു പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം സ്ഥാപിച്ചവനാണ്. ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ കൂട്ടം ആ ജനവുമായിട്ട്, ലോകത്തുള്ള മറ്റു മനുഷ്യരുമായിട്ട്, മൊത്തം ജനസംഖ്യയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു ചെറിയ കൂട്ടമാണ്. ആ ചെറിയ കൂട്ടമായിട്ട് ഉടമ്പടി ചെയ്തത് മോശ മുഖാന്തരമാണെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ ലോകത്തുള്ള സകല മനുഷ്യരുമായി ദൈവം ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരുമായി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്ന ഏതൊരാളെയും ദൈവം ആ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, രക്ഷയിലേക്ക് നടത്തുകയാണ്. ഇത് മുഹമ്മദിനൊന്നും പറയാൻ പറ്റില്ല. മുഹമ്മദിന് ഇങ്ങനെ ഒരു സംഗതി, ഒരു ഉടമ്പടി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചേ മുഹമ്മദിന് അറിഞ്ഞൂടാ. എന്താണെന്നറിയില്ല, മുസ്ലിങ്ങൾക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് മോശയെ പോലെയുള്ള പ്രവാചകനാണ് മുഹമ്മദും പറഞ്ഞു നടക്കുന്നത്. മുഹമ്മദ് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ മോശയെ പോലെയുള്ള പ്രവാചകനാണെന്ന്. മുഹമ്മദിന്റെ കൂടെയുള്ള സ്വഹാബിമാർ അവകാശപ്പെട്ടിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഒരു അവകാശവാദമില്ല, ഹദീസുകളിലുമില്ല. ഇതൊക്കെ പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത്. അല്ലാണ്ട് ഇവരെ പ്രമാണങ്ങളിലൊന്നുമില്ല. ഏതായാലും അതുകൂടാ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദാം മുതൽ ഇങ്ങോട്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സന്തതി അവൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കുമെന്ന് സഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം, പിന്നെ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായിരിക്കും. സഖര്യാവ് പ്രവചിക്കുന്നത് BC 6-ാം നൂറ്റാണ്ടിലാണ്. BC 6-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തോടുകൂടിയാണ്. വരാനിരിക്കുന്ന ഈ വാഗ്ദത്ത സന്തതി മോശയെ പോലെയുള്ള ഒരു പ്രവാചകനാണ്. മാത്രമല്ല അവൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കും. രാജാവ് മാത്രമല്ല, അവൻ പുരോഹിതനുമായിരിക്കും. അത് സഖര്യാവ് തന്നെയാണ് പ്രവചിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ 6-ാം അധ്യായത്തിന്റെ സഖര്യാവ് 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ പുരോഹിതനായിരിക്കും എന്നുള്ള കാര്യം. ഇത് സങ്കീർത്തനം 110-ന്റെ 4-ലും പറയുന്നുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് എന്നുള്ള കാര്യം. അത് BC 1000-ലാണ് ആ സങ്കീർത്തനം രചിക്കപ്പെടുന്നത്. എന്നാൽ ഇവൻ രാജാവും പുരോഹിതനും പ്രവാചകനും മാത്രമല്ല, അവൻ യഹോവയുടെ ദാസനും കൂടിയായിരിക്കും. ഈ വരുവാനിരിക്കുന്ന സന്തതി യഹോവയുടെ ദാസൻ കൂടിയായിരിക്കും. യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. യഹോവയുടെ ദാസൻ. ഈ ദാസന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെടുമെന്ന് യെശയ്യാവ് 52-ന്റെ 14-ൽ പറയുന്നുണ്ട്. അതായത് അതുപോലെ ആ ശരീരം അതുപോലെ കീറി മുറിക്കപ്പെടും, അത്രമാത്രം പീഡനത്തിന് അത് വിധേയമാക്കപ്പെടും. ആ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ യെശയ്യാവ് തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, നോക്കുന്നവരെല്ലാം മുഖം മറച്ച് കളയത്തക്കവണ്ണം അത്ര നമുക്കറിയാം. ഇപ്പൊ ഈ ട്രെയിനൊക്കെ ഇടിച്ച് ആളുകൾ പീസായി കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒറ്റ നോക്കുകയുള്ളൂ, നോക്കുമ്പോൾ തന്നെ മുഖം മറച്ച് കളയും, ചോരയും ഇതൊക്കെ ആയിട്ട് മുഖം, ആ ശരീരമൊക്കെ അങ്ങ് വികൃതമായി പോരുത്. അപ്പൊ അതേപോലെ തന്നെ യെശയ്യാവ് പറയുകയാണ്, അവന്റെ നോക്കുന്നവര് മുഖം തിരിച്ചു കളയത്തക്കവണ്ണം അത്ര നിന്ദിതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് ഇവൻ നിന്ദിതനായി തീർന്നു എന്നുള്ള കാര്യവും യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാവ് 53-ന്റെ 5-ൽ പറയുന്നുണ്ട്, നമ്മുടെ അകൃത്യത്തിനും അതിക്രമത്തിനും പകരമായിട്ടായിരിക്കും അവൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. അതായത് ഈ വാഗ്ദത്ത സന്തതി ഭൂമിയിലേക്ക് വന്നിട്ട് എന്തെങ്കിലും അവൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയല്ല, നമ്മുടെ അകൃത്യത്തിനും നമ്മുടെ അതിക്രമത്തിനും പകരമായിട്ട് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതിന് പകരം അവൻ ശിക്ഷ അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയിത്തീരുന്നത് എന്ന് പറയുന്നുണ്ട്. അത് യെശയ്യാവ് 53-ന്റെ 5-ലാണ് പറയുന്നത്. യെശയ്യാവ് 52-ന്റെ 12-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനേകരുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം അവൻ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ്. അതായത് അവന്റെ പാപത്തിന്റെ പേരിലല്ല അവൻ ശിക്ഷിക്കപ്പെടുന്നത്, അവന്റെ പാപത്തിന്റെ പേരിലല്ല അവൻ മരിക്കുന്നത്. മറ്റുള്ളവരുടെ പാപം അവൻ വഹിച്ചതുകൊണ്ട് അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. വീണ്ടും യെശയ്യാവ് പറയുന്നുണ്ട്. യെശയ്യാവ് 53-ന്റെ 7-ൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെടും. യെശയ്യാവ് 53-ന്റെ 7, തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരിക്കുന്നു എന്ന് വെച്ചാൽ അത്രത്തോളം താഴ്ന്നു, എതിർപ്പായിട്ട് ഒന്നും പറയുന്നില്ല. എന്തൊക്കെ കുറ്റാരോപണം അവന്റെ നേരെ വന്നിട്ടും അവൻ വായ തുറക്കുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു, ഒരാൾക്കും അവനോട് ദയ തോന്നിയില്ല എന്നുള്ള കാര്യം. യെശയ്യാവ് 61-ന്റെ 1-ൽ പറയുന്നത്, അവൻ എളിയവരോട്, ഈ വാഗ്ദത്ത സന്തതി അവൻ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുമെന്നാണ്. യെശയ്യാവ് 61-ന്റെ 1. ആ 61-ന്റെ 1-ൽ തന്നെ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഉണ്ടായിരിക്കും എന്ന്. അതുമാത്രമല്ല, ഈ വാഗ്ദത്ത സന്തതി തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അവന് വഴിയൊരുക്കാൻ വേണ്ടി മറ്റൊരാൾ വരുമെന്ന് യെശയ്യാവ് 40-ന്റെ 3-ലും മലാക്കി 3-ന്റെ 1-ലും പറയുന്നുണ്ട്. ഇത് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനമാണ്. സ്നാപക യോഹന്നാൻ മശിഹയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വന്നവനാണ്.
ആ പ്രവചനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, സങ്കീർത്തനം 78:2 നമ്മൾ വായിക്കുന്നത്, അത് BC 1000 എഴുതിയതാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. അത് നമ്മൾ വായിക്കുന്നത് അവൻ ഉപമയിലൂടെ ജനത്തോട് സംസാരിക്കുമെന്നുള്ള കാര്യമാണ്. യേശുക്രിസ്തുവും അങ്ങനെ തന്നെയാണ് സംസാരിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഉപമയിലൂടെ, അവൻ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും അവൻ ഉപമയിലൂടെ ജനത്തോട് സംസാരിക്കും. സഖരിയാവ് 9:9 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി സിയോൻ നഗരത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ യെരുശലേമിലേക്ക് അവൻ പ്രവേശിക്കുമെന്നുള്ള കാര്യം പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. യേശുക്രിസ്തു അങ്ങനെ തന്നെ നഗരത്തിലേക്ക് ചെന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങളിൽ അത് കാണുന്നുണ്ട്. സങ്കീർത്തനം 22:16 BC 1000 എഴുതിയതാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിനും 1000 വർഷം മുമ്പ് എഴുതപ്പെട്ടതാണ്. ആ 22-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മരിക്കുന്നത് കൈകാലുകൾ തുളയ്ക്കപ്പെട്ടിട്ടായിരിക്കും എന്നാണ്. കയ്യിലും കാലിലും ആണിയടിച്ച് കൈകാലുകൾ തുളയ്ക്കപ്പെട്ടിട്ടാണ് അവൻ മരിക്കുക എന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 22:18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ മരണത്തിൽ അവന്റെ വസ്ത്രം പങ്കിടപ്പെടും, അവന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടപ്പെടും എന്നാണ്. അതായത് അവൻ മരിച്ചു കഴിയുമ്പോൾ അവനെ കൊന്ന ആളുകൾ അവന്റെ വസ്ത്രം പങ്കിട്ടെടുക്കും. അവന്റെ അങ്കി അതങ്ങനെ കീറി മുറിച്ച് അവർ പങ്കിട്ടെടുക്കുകയല്ല, ഒറ്റ അങ്കി ആയതുകൊണ്ട്, ഒരു കീറലുമല്ല, ഒറ്റ തുണിയിൽ നെയ്തെടുത്തതായതുകൊണ്ട് അവന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിടും. ഏതെങ്കിലും ഒരാൾക്ക് കിട്ടട്ടെ, അത് കീറി കഷ്ണമാക്കണ്ടെന്നും പറഞ്ഞ് ചീട്ടിടും എന്നുള്ളത്. ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം അതെല്ലാം വിവരിക്കുന്നുണ്ട്. സങ്കീർത്തനം 41:9 നമ്മൾ വായിക്കുന്നത് അവന്റെ കൂടെയുള്ളയാൾ അവനെ വഞ്ചിക്കുമെന്നാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ അവനെ വഞ്ചിക്കുമെന്ന് BC 1000 എഴുതിയ 41-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 16:10 അതും BC 1000 തന്നെ എഴുതിയ സങ്കീർത്തനമാണ്. 16:10 നമ്മൾ വായിക്കുന്നത് അവൻ മരിച്ചാലും ഉയിർത്തെഴുന്നേൽക്കും എന്നാണ്. ഇനിയുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രങ്ങളാണ്, 4 ജീവചരിത്രങ്ങളാണ് ഈ 4 സുവിശേഷങ്ങൾ. ഈ ജീവചരിത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പേ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതായി ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലുമായിട്ട് ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നത്. അവൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അവന്റെ ജീവചരിത്രം പൂർത്തിയാക്കി കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീഡിയോയുടെ ദൈർഘ്യം ഇനിയും കൂടും, അതുകൊണ്ടാണ് പറയാത്തത്. ഏതായാലും ഓരോ പ്രവാചകനും ഈ വാഗ്ദത്ത സന്തതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജനത്തോട് വെളിപ്പെടുത്താൻ തുടങ്ങിയതിൻ്റെയൊക്കെ അനന്തരഫലമായി ഇസ്രായേൽ ജനത്തിന് ഒരു വിമോചകൻ വരും, തങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ടുണ്ടാകാൻ തുടങ്ങി. അവരുദ്ദേശിച്ചിരുന്നത് ആ സമയത്ത് അവര് റോമക്കാർക്ക് അടിമകളായി കഴിയുകയാണ്. അതിനു മുമ്പ് അവർ ബാബിലോണിയർക്ക് അടിമകളായിരുന്നു, ഗ്രീക്കുകാർക്കൊക്കെ അടിമകളായിട്ടുണ്ട്, കുറെ നാൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെയും കുറെ പേർക്കൊക്കെ അടിമകളായിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് ഇവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, ഒരു വിമോചകൻ വരും, ക്രിസ്തു വരും, തങ്ങളെ വിടിവിക്കും. ഇവരുദ്ദേശിക്കുന്നത് ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശെ വിടിവിച്ചു കൊണ്ടുവന്നതുപോലെ റോമക്കാർക്ക് അടിമകളായിരിക്കുന്ന തങ്ങളെ വിടിവിക്കാൻ വേണ്ടി ആദാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്ന ആ സന്തതി, അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, ദാവീദിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സന്തതി വരും എന്നുള്ള പ്രതീക്ഷ അത് വളരെ അധികമായി വർദ്ധിച്ചു വരാൻ തുടങ്ങി. BC 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഈ പ്രതീക്ഷ വാനോളം ഉയരുകയും ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്താണ് ദൈവം അയച്ചിട്ട് ഗബ്രിയേൽ ദൂതൻ വയസ്സ് ചെന്ന് വൃദ്ധനായ സഖരിയാവിന്റെ അടുക്കൽ വന്ന് ഭാര്യയായ എലിശബത്തിൽ യോഹന്നാൻ എന്നൊരു മകൻ ജനിക്കാൻ പോകുന്ന വിവരം അറിയിക്കുന്നത്. എലിശബത്ത് വൃദ്ധയാണ്, വന്ധ്യയാണ്, അതുവരെ പ്രസവിച്ചിട്ടൊന്നുമില്ല. സഖരിയാവിനോട് വന്നിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യയായ എലിശബത്തിൽ നിനക്ക് ഒരു മകൻ ഉണ്ടാകും, അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം എന്നുള്ള കാര്യമൊക്കെ. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഗലീലയിലെ നസറത്തിലുള്ള മറിയ എന്ന കന്യകയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൾക്കൊരു മകൻ ജനിക്കുമെന്നുള്ള വാർത്തയും അറിയിക്കുന്നു. കന്യക ഗർഭധാരണ ജനനത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൂതൻ ഓടി വന്നിട്ട് മറിയയോട് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ ഒരു തുടർച്ചയുണ്ട് ഇതിന്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള അറിവ് നിരീശ്വരവാദികൾക്കില്ല. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ഒക്കെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സന്തതിയെക്കുറിച്ച് ഇവർക്കറിയില്ല. ഈ സന്തതിയെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇവർക്കറിയില്ല. ഇതൊന്നും നാസ്തികർക്ക് അറിയില്ല, ഇതൊന്നും അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് പരിഹാസവുമായിട്ട് ഇവർ വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് ഞാൻ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായെന്നങ്ങ് പറഞ്ഞതെന്ന ഇവരുടെ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പരിഹാസവുമായിട്ട് വരുന്നത്. ക്രൈസ്തവർ അങ്ങനെ ചുമ്മാ അന്ധമായിട്ട് വിശ്വസിക്കുകയാണെന്ന് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ സ്വയം അപഹാസ്യരായി തീരുന്നത് അവരാണ്.
അവരത് മനസ്സിലാക്കുന്നതേ ഇല്ല. ക്രൈസ്തവരിത് വിശ്വസിക്കുന്നത് ചുമ്മാ അങ്ങ് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയൊന്നുമല്ല. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ആ സഹസ്രാബ്ദങ്ങളുടെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. മനുഷ്യവർഗത്തിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സന്തതിയെക്കുറിച്ചുള്ള ചിത്രം അത് നമ്മൾ അവിടുന്ന് മുതലേ ഏദൻ തോട്ടം മുതലേ കാണുന്നുണ്ട്. ലോകത്തുള്ള പുരാതനമായ ഏത് ജനവിഭാഗത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാലും അവർക്കെല്ലാം ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുമെന്നുള്ള ആ ഒരു ചിത്രം അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അവതാര കഥകളൊക്കെ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത് മറിയയ്ക്ക് ചുമ്മാ ഒരു സ്വപ്നത്തിൽ തോന്നിയതോ അല്ലെങ്കിൽ യോസേഫിന് ഒരു സ്വപ്നം കണ്ടതൊന്നും അല്ല. ഇത് സഹസ്രാബ്ദങ്ങളായിട്ടുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. എന്തുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത് കന്യകയിൽ നിന്നായിരിക്കും ജനിക്കുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത്? അതിന് കാരണമുണ്ട്, വെറുതെ ഒന്നുമല്ല. പ്രപഞ്ച സൃഷ്ടാവും പ്രകൃത്യാതീതനുമായ ദൈവം എന്ന് വെച്ചാൽ ഈ സൃഷ്ടിക്ക് വെളിയിലാണ്, അല്ലെങ്കിൽ പ്രകൃതിക്ക് വെളിയിലാണ്, പ്രപഞ്ചത്തിന് വെളിയിലുള്ള ദൈവം സ്ഥലത്തിനും കാലത്തിനും ഒക്കെ പരിമിതനായി പ്രവർത്തിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവൻ പ്രവേശിക്കുമ്പോൾ അതൊരു അത്ഭുതകരമായ വിധത്തിലുള്ള പ്രവേശനമാണ്. മനുഷ്യനായുള്ള അവന്റെ ജനനം അതിനു മുൻപോ പിൻപോ ഉള്ള ഒരു മനുഷ്യന്റെയും ജനനം പോലെ ആകരുത്. അത് നിസ്തുല്യമായ ജനനമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിസ്തുല്യമായൊരു ജനനമായിരിക്കണം. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ ഉടയവനായിരിക്കുന്ന ദൈവമാണ് പ്രപഞ്ചത്തിനകത്തേക്ക് വരുന്നത്. എങ്ങനെ വരുന്നത്? ചുമ്മാ വന്നു പോകുന്നതല്ല, ഒരു മനുഷ്യനായിട്ട് വരുന്നത്, മനുഷ്യനായി മനുഷ്യരെ പോലെ തന്നെ ജീവിച്ച് മരിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനു മുമ്പോ അതിന് ശേഷമോ ആരും അങ്ങനെ വന്നിരിക്കാൻ പാടില്ല. അത് നിസ്തുല്യമായിരിക്കണം. അതുകൊണ്ടാണ് കന്യക ഗർഭം ധരിച്ച് അവനെ പ്രസവിക്കേണ്ടി വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവന്റെ ജീവചരിത്രം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും മുൻപേ എഴുതപ്പെട്ട ആ തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടാണ് യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചത്. അതുമാത്രമല്ല, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യരിൽ നിന്നോ മനുഷ്യരിലൂടെയോ മനുഷ്യപ്രകൃതി സ്വീകരിക്കേണ്ടുന്ന ആവശ്യം ദൈവത്തിനില്ല എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടിയാണ് കന്യകയിൽ നിന്ന് അവൻ ജനിച്ചത്. ആദ്യത്തെ മനുഷ്യനായ ആദാമിന് മനുഷ്യപ്രകൃതി ലഭിച്ചത്, ആദാമിന് മാതാപിതാക്കളൊന്നും ഇല്ലല്ലോ, മാതാപിതാക്കളൊന്നും ഇല്ലാതെ ആദ്യത്തെ മനുഷ്യനായ ഈ ആദാമിന് മനുഷ്യപ്രകൃതി ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. അവനെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്, അല്ലാതെ നമുക്കൊക്കെ ഉള്ളതുപോലെ മാതാപിതാക്കളിൽ നിന്നല്ല. അപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയും ഇതുപോലെ മനുഷ്യരിൽ നിന്ന് ലഭിച്ചതല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ അത് തെളിയിക്കാനും വേണ്ടി കൂടിയാണ് കന്യകയിൽ നിന്ന് അവൻ ജനിച്ചത്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് കന്യകയിൽ നിന്ന് ജനിച്ചതെന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് ഇതുപോലെ ഉത്തരമുണ്ട്. ഇത് മുസ്ലിങ്ങളോട് നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഖുറാനിലെ ഈസാ നബി, ഖുറാനിൽ ഇഷ്ടംപോലെ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഈസാ നബി മാത്രം എന്തുകൊണ്ടാണ് കന്യകയിൽ നിന്ന് ജനിച്ചതെന്ന് മുസ്ലിമിനോട് ചോദിച്ചാൽ അവന് ഇതുപോലെ പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല, ഒരു ഉത്തരവില്ല. അവൻ പറയാം അതൊക്കെ അള്ളാഹുവിന്റെ കുദ്രത്ത്, അത്രേ അവൻ പറയും, അള്ളാഹുവിന്റെ കുദ്രത്താണത്, നമ്മളതൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയുള്ളൂ. അപ്പൊ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ട് അവർക്ക് ഉത്തരമില്ല എന്ന് കണ്ട് അതേ ചോദ്യം ക്രിസ്ത്യാനികളോട് ചോദിക്കാൻ വരരുത്, പണി പാളും. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ട്, ബൈബിള് വ്യക്തമായിട്ട് ആ ഉത്തരം തരുന്നുണ്ട്. ഞങ്ങളുടെ കൈവശം ബൈബിൾ ഉള്ള കാലത്തോളം ഞങ്ങൾ അപമാനിതരായി നിൽക്കേണ്ടി വരില്ല, ഞങ്ങൾ ലജ്ജിതരായി നിൽക്കേണ്ടി വരില്ല. ബൈബിളിൽ നിന്നുള്ളൊരു കാര്യം എടുത്തിട്ട് നിങ്ങൾ വിമർശിക്കാൻ വരികയാണെങ്കിൽ ബൈബിളിൽ നിന്ന് തന്നെ ഞങ്ങൾ അതിന് ഉത്തരം തരും. ബൈബിള് ഒരു വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ബൈബിളിൽ നിന്ന് തന്നെ ഞങ്ങൾ തരും. ഞങ്ങൾക്ക് വേറെ പുസ്തകങ്ങളിലേക്കൊന്നും ഓടണം. ഇപ്പോൾ മുസ്ലിങ്ങൾ ഖുറാനിൽ നിന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഹദീസുകളിലേക്കും, ഹദീസുകളിലില്ലെങ്കിൽ വേറെ പല ഗ്രന്ഥങ്ങളിലേക്കും ഓടുന്നത് പോലെ ഞങ്ങൾക്ക് ഓടേണ്ട കാര്യമില്ല. എല്ലാ നിരീശ്വരവാദി കുഞ്ഞുങ്ങളോടും കൂടിയാണ് പറയുന്നത്, തെങ്ങിനും കവുങ്ങിനും നിങ്ങൾ ഒരേ തളപ്പെടാൻ നോക്കരുത്, നടക്കുകയില്ല. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പെടരുത്. നിങ്ങൾ ഈ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ട് അവർക്ക് ഉത്തരമില്ല എന്ന് കണ്ടിട്ട് അതേ ആവേശത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞങ്ങൾ നിരീശ്വരവാദികളോട് ചോദിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറിയെ അപമാനിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചതിനെ പറ്റി അതിനുള്ള ഉത്തരം നമ്മളിപ്പോൾ കൊടുത്തു. ഉത്തരം ഇതുകൊണ്ട് അത് അതിൻ്റെ ഉത്തരമാണ് കൊടുത്തത്. അത് ഒരു ദൂതനും ഇനി ഒന്നും പറയുകയില്ല. ദൈവം ഒരിക്കലായിട്ടാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, ഇനിയോ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ദൈവദൂതനും വന്ന് പറയാൻ പോകുന്നില്ല ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായി കാണും, അവിവാഹിതയായ ഒരു സ്ത്രീ ഗർഭിണിയായപ്പോൾ അത് ദൈവാത്മാവിനാലാണ് എന്ന് ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതം വന്ന് പറയില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളത് വിശ്വസിക്കുകയില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്, അത് ദൈവത്തിൽ നിന്നുള്ള ദൂതനല്ല, അത് പിശാചിൽ നിന്നുള്ള ദൂതനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും, അത്രയേ ഉള്ളൂ.
എന്നാൽ നിരീശ്വരവാദികളോട് ചോദിക്കട്ടെ, ഭൂമിയിൽ ജീവൻ ഉണ്ടായത് യാദൃശ്ചികമായിട്ടാണ്. അതാണല്ലോ ഇവരുടെ വിശ്വാസം. അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഇടപെടലില്ല എന്നാണ് നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ദൈവമൊന്നുമില്ല, ഇത് യാദൃശ്ചികമായിട്ട് ജീവനുണ്ടായി, അതാണ് ഇവരുടെ വിശ്വാസം. വിശ്വാസം എന്നുള്ള വാക്ക് ഞാൻ ഊന്നി പറയാണ്. കാരണം ഇവർ പറയും ഞങ്ങൾ ഒന്നിലും വിശ്വസിക്കുന്നവരെല്ലാം, ദൈവത്തിലും അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. തെറ്റാണത്. ഇവരും വിശ്വസിക്കുന്നുണ്ട്, ഇവർക്ക് ഇവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള വിശ്വാസമാണെന്ന് മാത്രം. അത് യാദൃശ്ചികമായി പ്രപഞ്ചമുണ്ടായി, അത് ഇവരുടെ വിശ്വാസം. പ്രപഞ്ചത്തിനകത്ത് യാദൃശ്ചികമായി സൗരയൂഥം ഉണ്ടായി, അത് മറ്റൊരു വിശ്വാസം. അതിനകത്ത് യാദൃശ്ചികമായി ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടായി, അത് വേറൊരു വിശ്വാസം. ആ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിനകത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരു ആവാസ വ്യവസ്ഥയുണ്ടായി, യാദൃശ്ചികമായിട്ടുണ്ടായതാണ്, തനിയെ ഉണ്ടായതാണ്, അത് വേറൊരു വിശ്വാസം. ഇങ്ങനെ ഇഷ്ടം പോലെ വിശ്വാസം. അതിലൊരു വിശ്വാസമാണ് പരിപൂർണമായും നിർജീവാവസ്ഥയിൽ കിടന്നിരുന്ന ഭൂമിയിൽ പെട്ടെന്നൊരു ദിവസം യാദൃശ്ചികമായി ജീവനുണ്ടായി. ഇവരുടെ വിശ്വാസമാണ്. ബാഹ്യമായ ഇടപെടലൊന്നുമില്ലാതെ യാദൃശ്ചികമായി അങ്ങ് ജീവനുണ്ടായി. അപ്പൊ അങ്ങനെ ആ വിശ്വാസവുമായി നടക്കുന്ന ഒരു നിരീശ്വരവാദി, അയാളുടെ കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ജോലിക്ക് വേണ്ടി ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിൽ ചെന്ന് ഒരു 3-4 കൊല്ലം അവിടെ കഴിയേണ്ടി വന്നു. ഗൾഫിൽ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ 4ാമത്തെ വർഷം ഇയാൾ അറിയാണ്, ഭാര്യ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയാണ്, ചേട്ടാ ഞാൻ ഗർഭിണിയായി എന്ന്. ആഹാ കൊള്ളാം, നീ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? ആരിൽ നിന്നാണ് നീ ഗർഭിണിയായത്? അപ്പോൾ അവൾ പറയണ, അയ്യോ അങ്ങനെയൊന്നുമല്ല, ചേട്ടനൊക്കെ എപ്പോഴും പറയാറില്ലേ നിർജീവമായ അവസ്ഥയിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്ന്. ഇത് അതുപോലെ ഉണ്ടായതാണ്, എൻ്റെ വയറ്റിൽ തനിയെ ഉണ്ടായി വന്ന ജീവനാണ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് യാദൃശ്ചികമായി തനിയെ ജീവനുണ്ടായി എന്ന് വിശ്വസിക്കുന്ന ചേട്ടന്, അതായത് ജീവന്റെ സാന്നിധ്യം പോലും ഇല്ലാത്തിടത്ത് യാദൃശ്ചികമായി തനിയെ ജീവനുണ്ടായി വരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്ക്, ജീവനുള്ള എൻ്റെ ശരീരത്തിനകത്ത് യാദൃശ്ചികമായി ഒരു ജീവൻ തനിയെ ഉണ്ടായി വരാനുള്ള സാധ്യത എത്ര അധികമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതെന്താ ചിന്തിക്കാത്ത? അത് ഇതിനു മുമ്പ് 2 വട്ടം ജീവനുണ്ടായ ഗർഭപാത്രമാണിത്. ഇപ്പൊ 2 വട്ടം ജീവനുണ്ടായ ഗർഭപാത്രത്തിനകത്ത് 3ാമത്തെ പ്രാവശ്യം തനിയെ ജീവനുണ്ടായി വരാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അതുകൊണ്ട് എൻ്റെ ഈ ഗർഭം ഏതെങ്കിലും രീതിയിൽ മനുഷ്യരിൽ ഉണ്ടായതല്ല ചേട്ടാ, ഇത് തനിയെ ചേട്ടൻ്റെയൊക്കെ വിശ്വാസം പോലെ തന്നെ തനിയെ ഉണ്ടായി വന്നതാണെന്ന് പറഞ്ഞാൽ എത്ര നിരീശ്വരവാദി അത് വിശ്വസിക്കും? എത്ര നിരീശ്വരവാദി അത് വിശ്വസിക്കും? തികച്ചും നിർജീവമായ ഇടത്ത് യാതൊരു ബാഹ്യശക്തിയുടെയും ഇടപെടലില്ലാതെ തനിയെ ജീവനുണ്ടായി വന്നു എന്ന വിശ്വാസവുമായി നടക്കുന്ന നിരീശ്വരവാദികളിൽ എത്ര പേർ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കും, അത് അംഗീകരിക്കും? നിരീശ്വരവാദികളുടെ ഭാഗത്തു നിന്നൊരു മറുപടിയാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജീവന്റെ കണിക പോലും ഇല്ലാത്തടത്ത് തനിയെ ജീവനുണ്ടാകാനുള്ള സാധ്യതയേക്കാൾ എന്തുകൊണ്ടും അധിക സാധ്യത ജീവനുള്ളിടത്ത് തനിയെ ജീവനുണ്ടാകാനാണ്. ലോജിക്കലല്ല ഇത്? അതാണല്ലോ ശരി. കല്ല് ജീവനില്ലാത്തതാണ്, അല്ലെങ്കിൽ പാറപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ നിർജീവമായിട്ട് കിടക്കുന്നതാണ്, ജീവനില്ലാത്തതാണ്. അതിൻ്റെ അകത്തുനിന്ന് ജീവനുണ്ടായി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ലോജിക്കലായിട്ട് ഇതാകുന്നതാണ് ജീവനുള്ള ഒന്നിൽ നിന്ന് ജീവനുണ്ടായി എന്ന് പറഞ്ഞത്. യാദൃശ്ചികമായിട്ട് ജീവനുണ്ടായി, തനിയെ ജീവനുണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞത് കള്ളമാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുകയില്ല. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവർക്ക് പറയാൻ പറ്റില്ല. ഒരു നിരീശ്വരവാദിയുടെ ഭാര്യ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭിണിയാവുകയും ഈ വിധത്തിൽ ഒരു ന്യായം പറയുകയും ചെയ്താൽ അവന് മിണ്ടാൻ വകുപ്പില്ല. മനസ്സിലായോ? ഇത് ഞങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചു വന്നല്ലോ. ഒരു ദൈവദൂതം വന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ, എൻ്റെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോട്ടെ, ഞങ്ങളുടെ ഇടയിൽ അവിവാഹിതരായിരിക്കുന്ന ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർ ക്രൈസ്തവരില്ല, അങ്ങനെയുള്ള ആരെങ്കിലും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഒരു ന്യായം പറയാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ലെന്നേ. കാരണം ഇനി അങ്ങനെ ആവശ്യമില്ല, അത് ഒറ്റൊരിക്കലായിട്ട് സംഭവിച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഇനി വരികയില്ല. പക്ഷെ നിരീശ്വരവാദികളുടെ കേസ് അതല്ലല്ലോ. അവർക്ക് ഒറ്റൊരിക്കലായിട്ട് ഇതിങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. അവരുടെ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെയൊന്നുമല്ല. നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുണ്ടായെങ്കിൽ ജീവനുള്ളതിൽ നിന്ന് ജീവനുണ്ടാകാനുള്ള സാധ്യത അധികമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വിശുദ്ധ മറിയ കന്യകയായിരിക്കെ ഗർഭിണിയായതിനെ കുറിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട നിരീശ്വരവാദി കുഞ്ഞുങ്ങളെ, തിരിച്ചു ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന്. ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ ഒരു വിധത്തിലും സാധിക്കില്ല. ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരം പറയും, കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉത്തരം പറയും. പക്ഷെ ഞങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ വായടച്ച് മിണ്ടാതെ പോകേണ്ടി വരും. ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ജിഹാദികളുടെ ഫണ്ടിങ്ങിന് മുമ്പിൽ വീണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി പോക്കറ്റിൽ വെച്ച് അത് നക്കി നടക്കുന്ന ഈ നാസ്തിക ശിങ്കങ്ങളുണ്ടല്ലോ,
അവരതങ്ങനെയൊക്കെ ഇടും, അവർക്ക് വയറ്റി പഴപ്പാണ്. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ അതൊക്കെ എടുത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് മുട്ടിക്കാൻ നിൽക്കരുത്. ആസ്തിക കുഞ്ഞുങ്ങളെ, അവർ കാശിന് വേണ്ടി ചെയ്യുന്നതാണ്, അവർക്ക് അതിനൊരു റീസൺ ഉണ്ട് വയ്ക്കാം. പക്ഷെ നിങ്ങൾ വിവരക്കേട് മൂത്ത് ബോധം പോയതിന്റെ അമിതാവേശത്തിലാണ് ഞങ്ങളെ ചൊറിയാൻ വരുന്നത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെയുള്ള ചൊറിച്ചിലൊക്കെ നിർത്താം. അതാണ് നിരീശ്വരവാദികൾക്ക് നല്ലത്. ഈ വീഡിയോ പരമ്പരയുടെ 1ാം എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ മറിയ ഗർഭം ധരിച്ചത് തികച്ചും പ്രകൃത്യാതീതമായ വിധത്തിലാണ് എന്നുള്ളതിന് ബൈബിളിൽ നിന്നുള്ള സാക്ഷികളുടെ പട്ടിക ഞങ്ങൾ അടുത്ത വീഡിയോയിൽ തരാം. അതോടൊപ്പം തന്നെ നിരീശ്വരവാദികൾ മറുപടി പറയേണ്ടതായ ചില ചോദ്യങ്ങളും അടുത്ത ഭാഗത്തിൽ ഉണ്ടാകും. ഈ സാക്ഷികളുടെ പട്ടിക വേറൊന്നിനുമല്ല. ഈ മുസ്ലിങ്ങളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ ചോദിക്കാറുണ്ട്, മുഹമ്മദിന് പ്രവാചകനാണെന്നുള്ളതിന് എന്ത് തെളിവുള്ള അല്ല സാക്ഷികളുണ്ടോ? ആ ചങ്ങാതി പറഞ്ഞതല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. അപ്പൊ അവർ തിരിച്ചു ചോദിക്കാറുള്ള കാര്യമാണ്, മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് നിങ്ങൾ പറഞ്ഞ ഏത് സാക്ഷിയാ ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് തന്നെ നിരീശ്വരവാദികൾ, ഇവരുടെ ഈ ചോദ്യം കേട്ടിട്ട് നിരീശ്വരവാദികളും അതേ ചോദ്യം ചോദിക്കാറുണ്ട്. ചുമ്മാ ഒരു പെണ്ണ് വന്നങ്ങ് പറഞ്ഞു ഞാൻ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിലാണ്, നിങ്ങളത് അന്ധമായിട്ട് വിശ്വസിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർ. അപ്പൊ അതിനുള്ള മറുപടി, അതിന് ചുമ്മാ അങ്ങ് മറിയ പറഞ്ഞത് വിശ്വസിച്ചതല്ല, മറിയയ്ക്ക് കൃത്യമായ സാക്ഷികൾ ബൈബിളിലുണ്ട്. ആ സാക്ഷികളുടെ ഇതും പിന്നെ നിരീശ്വരവാദികൾ മറുപടി പറയേണ്ടതായ ചില ചോദ്യങ്ങൾ. കാരണം ഇങ്ങനൊരു ഇത് ഞാൻ പറഞ്ഞത് ലോജിക്കൽ ഫാലസിയാണ് ഇവരുടെ ഈ വാദം. അപ്പൊ ആ ലോജിക്കൽ ഫാലസി വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഇവർക്ക് ഒരു വിധത്തിലും മറുപടി പറയാൻ പറ്റാത്തതായ ചില ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മറുപടി പറയുകയാണെങ്കിൽ ഇവർ പെടും, രണ്ടാമത്തെ ഉപചോദ്യം വരുമ്പോൾ അവർ പെടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ എത്രയും പെട്ടെന്ന് അതുമായിട്ട് വരാം. വാസ്തവത്തിൽ ഞാൻ വേറെ ചില വീഡിയോസ് ആ ഹലാലിന്റെ ബാക്കി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇവന്മാർ നമ്മളെ കൊണ്ടൊരു വീഡിയോ മര്യാദയ്ക്ക് ചെയ്യിപ്പിക്കില്ല, അപ്പോഴേക്കും ചൊറിഞ്ഞുകൊണ്ട് വരും. ഇസ്ലാമിനെതിരെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തോട്ടെ വിടുന്നല്ല, അപ്പോഴേക്കും അടുത്തതായിട്ട് വന്നോളൂ. അതെ, വേറൊരുത്തിന് ഇപ്പോൾ രവിക്ക് വേണ്ടിയിട്ട് കരയാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രവീനെ വ്യക്തിഹത്യ നടത്തിയെന്നും പറഞ്ഞിട്ട്, ഇവരുടെ ദൈവം ഉണ്ടല്ലോ, ആൾ ദൈവം രവീന്ദ്രൻ, രവീന്ദ്രനെ വ്യക്തിഹത്യ നടത്തി നമുക്ക് പറഞ്ഞൊരുത്തം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതിനുള്ള മറുപടിയും വേറെ കൊടുക്കേണ്ടി വരും. വ്യക്തിഹത്യമൊന്നും നമ്മൾ നടത്തിയിട്ടില്ല, രവീന്ദ്രൻ പറഞ്ഞ പൊട്ടത്തരങ്ങളെ നമ്മൾ എക്സ്പോസ് ചെയ്തേ ഉള്ളൂ. അത് അവനൊക്കെ വ്യക്തിഹത്യമായിട്ട് തോന്നി. അതായത് അവരങ്ങനെ പറഞ്ഞ് കരഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടി രവീന്ദ്രനെ എക്സ്പോസ് ചെയ്യാനാണ് തീരുമാനം. ഒന്നും കൂടി കരയട്ടെ. വെറുതെ വട്ടി കൊടുത്ത് അടി വാങ്ങാണ് ഇവന്മാരെല്ലാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കൈവശം ബൈബിൾ ഇരിക്കുന്നിടത്തോളം കാലം ഒരുത്തന്റെ മുമ്പിലും തലമുനിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഒരുത്തന്റെ മുമ്പിലും അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, വളരെ അഭിമാനത്തോടുകൂടി തന്നെ. ദൈവത്തിന്റെ വചനമാണ്, സർവ്വജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത്. ആ ധൈര്യത്തിലാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാത്ത ആളാണ്. 10ാം ക്ലാസ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയി, പഠിക്കാൻ തോന്നിയില്ല, പിന്നെ വിട്ടു കളഞ്ഞു. അത്രേ ഉള്ളൂ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത്രേ ഉള്ള ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ, ഇവിടെയൊക്കെ ഈ അസിസ്റ്റന്റ് പ്രൊഫസറാണല്ലോ രവീന്ദ്രൻ, ആ പുള്ളിയുടെ മുമ്പാകെ മറ്റു പല ആൾക്കാരുടെ മുമ്പാലൊക്കെ ധൈര്യമായിട്ട് നിൽക്കുന്നത് വേറൊന്നും ഉണ്ടെന്നല്ല, കൈവശം ഇരിക്കുന്ന സാധനത്തിന്റെ വില എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട്. അതെന്റെ കൈവശം ഉള്ള കാലത്തോളം ഒരുത്തന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ചൊറിയുന്ന പരിപാടിയൊക്കെ നിർത്തുന്നത് നിരീശ്വരവാദികൾക്ക് നല്ലതാണ്. നിരീശ്വരവാദികളുടെ വളർച്ച പടവലങ്ങയുടെ വളർച്ച പോലെയാണ്. അവരെ കൊണ്ട് നിലവിൽ വലിയ ദോഷമൊന്നും വരാനില്ല. ഈ നിരീശ്വരവാദികൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാലാണ് പ്രശ്നം. അധികാരം കിട്ടിയ അടുത്തൊക്കെ ഇവർ കൊന്നുകൂട്ടിയിട്ടുണ്ട്. മതങ്ങൾ കൊന്നതിൻ്റെയൊക്കെ 100 ഇരട്ടി ഇവർ കൊന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും നിരീശ്വരവാദികൾക്ക് അധികാരം കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഞങ്ങളൊരു ഇരകളായിട്ടേ കണ്ടിട്ടില്ല, ശത്രുക്കളായിട്ടൊന്നും കണ്ടിട്ടില്ല. അനാവശ്യമായിട്ട് അവരെ ചൊറിയാൻ പോകാൻ എനിക്കും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ നോക്കുന്നത് ഇസ്ലാമിനെ മാത്രമാണ്. കാരണം ഇസ്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് അവർക്ക് അധികാരം കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇസ്ലാമിക ചരിത്രം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് ഇസ്ലാമിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവന്മാര് സമ്മതിക്കില്ലെന്നേ. അപ്പോൾ വരും കുറെ എണ്ണം ജിഹാദികളുടെ ഫണ്ടും വാങ്ങി നക്കിയിട്ട് കുറെ എണ്ണം വരും. അതിൽ ഒന്ന് തലവെച്ച് കൊടുക്കുന്ന കുറെ പൊട്ടന്മാരും ഉണ്ട്. ഏതായാലും ഹലാലിന്റെ സംഗതി ഞാൻ അവിടെ തൽക്കാലത്തേക്ക് നീക്കി വെക്കുകയാണ്. കാരണം ഇത് ഞങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഇവന്മാർ ഈ പരിഹസിക്കുന്നത്. അതിനുള്ള മറുപടി ആദ്യം കൊടുക്കട്ടെ, അത് കഴിഞ്ഞ് ഹലാലിന്റെ കാര്യം എടുക്കാം. ഏതായാലും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ നമ്മളെല്ലാവരെയും സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവന്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. വിനായക